welcome to another class of Business Studies. Today we are going to study the second chapter of Business Studies, that is Principles of Management. You already know what do you mean by management, isn't it? Management is the art of getting things done through others. That is, in the last class we have discussed about the management features, characteristics, etc. And in this chapter we are going to study about the principles of management and the different principles, that is principles of scientific management and principles of general management. Okay. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റിൻ്റെ തത്വങ്ങൾ എന്ന് പറയുന്നത്. മാനേജ്മെൻറ്റ് എന്താണെന്ന് നമുക്കറിയാം. ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ്, ദാറ്റ് ഈസ് മറ്റുള്ളവരിലൂടെ കാര്യങ്ങൾ ചെയ്തെടുക്കുന്ന ആ ഒരു കല, ആർട്ടിനെയാണ് എന്ത് പറയുന്നത്, മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് അല്ലേ. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ മാനേജ്മെൻറ്റിൻ്റെ പ്രിൻസിപ്പിൾസ് എന്താണ്, അതുപോലെ മാനേജ്മെൻറ്റിൻ്റെ മെയിനായിട്ടുള്ള രണ്ട് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ആൻഡ് ജനറൽ മാനേജ്മെൻറ്റ്, അതായത് രണ്ട് മാനേജ്മെൻറ്റ് തിങ്കേഴ്സിൻ്റെ പ്രിൻസിപ്പിൾസാണ് ഈ പറഞ്ഞത്. ഇതാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു +2 ബിസിനസ് സ്റ്റഡീസിലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ചാപ്റ്ററിൽ ഒരു ചാപ്റ്ററാണ് ഇത് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്. നമുക്കറിയാം ഏതൊരു ബിസിനസ് ഓർഗനൈസേഷൻ ആണെങ്കിലും കുറച്ച് പ്രിൻസിപ്പിൾസിൻ്റെ ബേസിസിലാണ് ആ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ വർക്കിംഗ് ചെയ്യുന്നത് അല്ലേ. ഈച്ച് ബിസിനസ് ഓർഗനൈസേഷൻ ഡിപ്പെൻഡ്സ് ഓൺ സം principles for their daily working, and these principles are based on the frequent observation and experimentation of management thinkers. പല മാനേജ്മെൻറ്റ് തിങ്കേഴ്സിൻ്റെയും ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ഒബ്സർവേഷനിലൂടെയും എക്സ്പെരിമെൻറ്റേഷനിലൂടെയും ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ പറഞ്ഞ പ്രിൻസിപ്പിൾസ് ഡിറൈവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് എന്നുള്ളത് എന്താണെന്നും അതിൻ്റെ ഇമ്പോർട്ടൻസ് അതുപോലെ ഡിഫറെൻറ്റ് പ്രിൻസിപ്പിൾസുമാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്. The principles refers to a statement which reflects the fundamental truth about some phenomenon. അതായത് ഒരു കാര്യത്തെക്കുറിച്ചിട്ടുള്ള ഫണ്ടമെൻ്റൽ ട്രൂത്ത്, അടിസ്ഥാനമായ സത്യങ്ങളാണ് എന്ത് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് അല്ലേ. പ്രിൻസിപ്പിൾ റെഫേഴ്സ് ടു എ സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് റിഫ്ലെക്ട്സ് ദി ഫണ്ടമെൻ്റൽ ട്രൂത്ത് അബൌട്ട് സം ഫിനോമിനൻ. ഒരു ഫിനോമിനൻ അല്ലെങ്കിൽ ഒരു പ്രക്രിയയെക്കുറിച്ചിട്ടുള്ള ഒരു പ്രൊസീജിയറിനെ കുറിച്ചിട്ടുള്ള വളരെ ബേസിക് ആയിട്ടുള്ള ഫാക്റ്റ് അല്ലെങ്കിൽ ട്രൂത്തിനെയാണ് എന്ത് പറയുക, പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. Management principles are derived on the basis of observation and analysis of events which managers have to face in actual practice. അതായത് മാനേജേഴ്സ് അവരുടെ ഡേ ടു ഡേ വർക്കിങ്ങിന് അവർ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്ന ചാലഞ്ചസ് അല്ലെങ്കിൽ പ്രോബ്ലംസ്, ആ പ്രോബ്ലംസിൻ്റെ ഒരു റിസൾട്ട് അല്ലെങ്കിൽ ആഫ്റ്റർ ഇഫക്റ്റ് ആണ് എന്ത് ഈ പറഞ്ഞ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. അതായത് മാനേജേഴ്സിൻ്റെ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് തിങ്കേഴ്സ്, തത്വചിന്തകന്മാരെന്ന് പറയും. ഈ മാനേജ്മെൻറ്റ് തിങ്കേഴ്സിൻ്റെ അവരുടെ ആ ഒരു ഡേ ടു ഡേ വർക്കിങ്ങിലുണ്ടായിട്ടുള്ള പ്രോബ്ലംസിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് എന്താണ്, അതെല്ലാം ഒബ്സർവ് ചെയ്തതിന് ശേഷം ഡിറൈവ് ചെയ്തിട്ടുള്ള പ്രിൻസിപ്പിൾസിനെയാണ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് എന്ന് പറയാം. ഇനി അതിനൊരു ഡെഫിനിഷൻ നോക്കുകയാണെങ്കിൽ അക്കോർഡിംഗ് ടു H.G. ഹിഗ്സ് എന്താ പറയുന്നത്, മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ആർ ദ ഗൈഡിങ് റൂൾസ് ഓർ ലോസ് ഫോർ മാനേജീരിയൽ ആക്ഷൻ. അതായത് ഒരു മാനേജർക്ക് ആ ഒരു ബിസിനസ്സിൽ പെർഫോം ചെയ്യാൻ വേണ്ട കാര്യങ്ങൾക്ക് വേണ്ട ഗൈഡിങ് റൂൾസ് ഓർ ലോസ്, അതായത് ആ ഒരു ഗൈഡ് ചെയ്യുന്ന നിയമങ്ങളെയാണ് എന്ത് പറയുക, പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്. So according to H.G. Higgs, principles of management refers to the guiding rules or laws for managerial action. മാനേജീരിയൽ ആക്ഷന് വേണ്ടിയിട്ട് ആ ഒരു മാനേജറെ ഗൈഡ് ചെയ്യുന്ന റൂൾസിനോ അല്ലെങ്കിൽ ലോസിനോ ആണ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയാം. ക്ലിയർ? ഇനി നേച്ചർ ഓഫ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ്, ഈ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസിൻ്റെ നേച്ചർ അല്ലെങ്കിൽ സ്വഭാവം എങ്ങനെയാണ് എന്ന്. അപ്പോൾ നോക്കുക, ഫസ്റ്റ് യൂണിവേഴ്സൽ അപ്ലിക്കബിലിറ്റി. യൂണിവേഴ്സൽ അപ്ലിക്കബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ,
മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് നമുക്കറിയാം, ഏതൊരു ബിസിനസ് ഓർഗനൈസേഷൻ ആണെങ്കിലും ചില മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസിൻ്റെ ബേസിസിലായിരിക്കും ആ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് ഏത് ഓർഗനൈസേഷൻ ആണെങ്കിലും ഏത് പ്ലേസ് ആണെങ്കിലും ഇറ്റ് വിൽ ബി അപ്ലിക്കബിൾ ടു എവ്രിവെയർ, അല്ലെങ്കിൽ ഇറ്റ് വിൽ ബി അപ്ലിക്കബിൾ ടു ഓൾ ബിസിനസ് ഓർഗനൈസേഷൻസ്. Management principles have universal application in all types of organizations and in all places like business organizations, police force, sports club, family, etc. അപ്പോൾ ഏത് പ്ലേസ് ആണെങ്കിലും, ഒരു ഫാമിലി ആണെങ്കിലും, ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ആണെങ്കിലും, ഒരു ഗവൺമെൻറ് ഓർഗനൈസേഷൻ ആണെങ്കിലും, അതല്ല സ്പോർട്സ് ക്ലബ്ബ്, അങ്ങനെയുള്ള ഏത് ഓർഗനൈസേഷൻ ആണെങ്കിലും അവിടെ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് എന്നുള്ളത് അപ്ലിക്കബിൾ ആയിരിക്കും. വെദർ ഇറ്റ് ഈസ് എനി പ്ലേസ് ഓർ എനി ബിസിനസ് ഓർഗനൈസേഷൻ ഓർ എനി ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ, ദി മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് വിൽ ബി അപ്ലിക്കബിൾ ടു എവ്രിവെയർ ആൻഡ് ടു എവറി ഓർഗനൈസേഷൻ. ഓക്കെ, സോ ദ ഫസ്റ്റ് നേച്ചർ ഈസ് യൂണിവേഴ്സൽ അപ്ലിക്കബിലിറ്റി. ഇനി സെക്കൻഡ് വൺ, ജനറൽ ഗൈഡ് ലൈൻസ്. നമ്മൾ പറഞ്ഞു എന്താ, ദ ജനറൽ റൂൾസ് ഓർ ലോസ് ഫോർ മാനേജീരിയൽ ആക്ഷൻ എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ മാനേജീരിയൽ ആക്ഷന് വേണ്ട ജനറൽ ഗൈഡ് ലൈൻസ് ആണ് എന്ത്, പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്. Management principles are derived from experience and analysis and they are in the form of mere statements. നമുക്കറിയാം മാനേജേഴ്സിൻ്റെ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ഒബ്സർവേഷനിലൂടെയും എക്സ്പെരിമെൻറ്റേഷനിലൂടെയുമാണ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് ഡിറൈവ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മാനേജീരിയൽ ആക്ഷന് വേണ്ട ഗൈഡ് ലൈൻസ് ആണ് എന്ത് ചെയ്യുന്നത്, പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ദേ ആർ ജനറൽ ഗൈഡ് ലൈൻസ് ആൻഡ് ദീസ് ഗൈഡ് ലൈൻസ് ആർ ഇൻ ദ ഫോം ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ്. സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ രൂപത്തിലാണ് എന്ത് ഈ പറഞ്ഞ ഗൈഡ് ലൈൻസ് ഡിറൈവ് ചെയ്തിട്ടുള്ളത്. These statements are guidelines for action but not provide a solution to all managerial problems. ഇനി നമ്മൾ പറഞ്ഞു ഗൈഡ് ലൈൻസ് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് ആണ് എന്ന്. അതുകൊണ്ട് തന്നെ എല്ലാ പ്രോബ്ലത്തിനും ഒരു സൊല്യൂഷൻ എന്ന രീതിയിലല്ല മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ഉള്ളത്. ഓരോ ബിസിനസ് ഓർഗനൈസേഷൻ്റെയും സിറ്റുവേഷൻ അനുസരിച്ച് അത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ രണ്ടാമത്തത് എന്താ, ജനറൽ ഗൈഡ് ലൈൻസ് ആണ്, അല്ലാതെ സ്പെസിഫിക് അല്ല. അതായത് ഒരു പെർട്ടിക്കുലർ പ്രോബ്ലത്തിന് അത് തന്നെയാണ് സൊല്യൂഷൻ എന്നുള്ളതല്ല, ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ഗൈഡ് ലൈൻ ആണ്. മാനേജേഴ്സിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ബിസിനസ്സിൻ്റെ സിറ്റുവേഷൻ അനുസരിച്ചാണ് ഇത് അപ്ലൈ ചെയ്യണോ അല്ലെങ്കിൽ ഇതിനനുസരിച്ച് എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തിയിട്ട് അവിടെ അപ്ലൈ ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തെ നേച്ചറാണ് ഫോംഡ് ബൈ പ്രാക്ടീസ് ആൻഡ് എക്സ്പെരിമെൻറ്റേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞു എന്താ, മാനേജ്മെൻറ്റ് തിങ്കേഴ്സിൻ്റെ അല്ലെങ്കിൽ മാനേജേഴ്സിൻ്റെ ഒരു കൂടുതൽ അല്ലെങ്കിൽ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ഒബ്സർവേഷനിലൂടെയും എക്സ്പെരിമെൻറ്റേഷനിലൂടെയുമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ഡിറൈവ് ചെയ്തിട്ടുള്ളത്. സോ ഇറ്റ് ഈസ് ഫോംഡ് ബൈ പ്രാക്ടീസ് ആൻഡ് എക്സ്പെരിമെൻറ്റേഷൻ. മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ആർ ഫോംഡ് ബൈ പ്രാക്ടീസ് ആൻഡ് എക്സ്പെരിമെൻറ്റേഷൻ ഓഫ് പ്രീവിയസ് മാനേജേഴ്സ്. അതായത് മുൻ വർഷങ്ങളിൽ ഉണ്ടായിരുന്ന മാനേജേഴ്സിൻ്റെ എക്സ്പെരിമെൻറ്റേഷനോട് കൂടിയിട്ടും ഒബ്സർവേഷനോട് കൂടിയിട്ടുമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ഡിറൈവ് ചെയ്തിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് ഫ്ലെക്സിബിൾ. ഫ്ലെക്സിബിൾ എന്ന് പറഞ്ഞാൽ എന്താ, ബിസിനസ്സിൻ്റെ സിറ്റുവേഷൻ അനുസരിച്ചാണ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് അഡോപ്റ്റ് ചെയ്യണോ അല്ലെങ്കിൽ അതിന് എന്തെല്ലാം ചേഞ്ചസ് വരുത്തണം എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് ഫ്ലെക്സിബിൾ. മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് നെവർ റിമെയിൻ സ്റ്റാറ്റിക് ആൻഡ് ദേ ആർ അപ്ലൈഡ് ഇൻ ഗിവൺ സിറ്റുവേഷൻ. ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് എന്ത് ചെയ്യും, അത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. സോ ഇറ്റ് ഈസ് ഫ്ലെക്സിബിൾ. ഇനി നെക്സ്റ്റ് വൺ, മെയിൻലി ബിഹേവിയർ. അതായത് ഹ്യൂമൻ ബിഹേവിയറിൻ്റെ ബേസിസിലാണ് എന്ത് ചെയ്യുന്നത്, മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് അഡോപ്റ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ഹ്യൂമൻ ബിഹേവിയർ. ഹ്യൂമൻ ബിഹേവിയർ ഇസ് അൺപ്രഡിക്റ്റബിൾ ആൻഡ് ഇറ്റ് ഇസ് ഓഫൺ സിറ്റുവേഷണൽ. നമുക്കറിയാം ഒരു വ്യക്തിയുടെ സ്വഭാവം എന്ന് പറയുന്നത് എന്താണ്, അൺപ്രഡിക്റ്റബിൾ ആണ്, നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റില്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ സിറ്റുവേഷൻ ദാറ്റ് ഹി ഈസ് ലിവിങ് അല്ലേ. അയാൾ ജീവിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് അയാളുടെ ബിഹേവിയറിലും ചേഞ്ച് വരും. അപ്പോൾ ഈ ഹ്യൂമൻ ബിഹേവിയറിനെ ബേസ് ചെയ്ത് ആണ് എന്ത് ചെയ്യുന്നത്, മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ഒരു ബിസിനസ്സിൽ അഡോപ്റ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് സിറ്റുവേഷണൽ, ദാറ്റ് ഈസ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ സിറ്റുവേഷൻ. എക്സാമ്പിൾ, ടീം വർക്ക് ആസ് എ പ്രിൻസിപ്പിൾ ഇസ് ഗുഡ് ഫോർ അറ്റൈൻമെൻറ്റ് ഓഫ് ഓർഗനൈസേഷണൽ ഗോൾ. നമുക്കറിയാം ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഗോൾ അച്ചീവ് ചെയ്യണമെങ്കിൽ എല്ലാ എംപ്ലോയീസും ഒരുപോലെ വർക്ക് ചെയ്താൽ മാത്രമേ ഒരു ഓർഗനൈസേഷൻ്റെ ഗോൾ അച്ചീവ് ചെയ്യുള്ളൂ അല്ലേ. ടീം വർക്ക് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ബട്ട് ഇറ്റ് ഈസ് എ പേഴ്സണലൈസ്ഡ് ഇൻ്റലക്ച്വൽ ടാസ്ക് ലൈക്ക് പെയിൻറ്റിങ്
എ പിക്ചർ ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷൻ ഇസ് മോർ വാലിഡ് ദാൻ ടീം വർക്ക്. പക്ഷേ ഈ ഒരു ടീം വർക്കിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഓരോ ഇൻഡിവിജ്വലും എന്ത് ചെയ്യണം, അതിലേക്ക് നന്നായിട്ട് എഫിഷ്യൻ്റ് ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്താൽ മാത്രമേ ടീം വർക്ക് എന്താവുള്ളൂ, ഇഫക്റ്റീവ് ആവുള്ളൂ. ഒരു ഇൻഡിവിജ്വൽ വർക്ക് പോലെ, അതായത് ഇൻഡിവിജ്വലൈസ്ഡ് വർക്ക് പോലെ, ഒരു പിക്ചർ പെയിൻറ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരു പേഴ്സണലൈസ്ഡ് ഇൻഡിവിജ്വൽ ടാസ്ക് പോലെയുള്ള പിക്ചർ പെയിൻറ് ചെയ്യുന്നത് പോലെയുള്ള ഒരു ഇൻഡിവിജ്വൽ ടാസ്ക് അല്ല എന്ത് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അവിടെ ടീം വർക്ക് എന്താണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്തത് കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ്. കോസ് എന്ന് പറഞ്ഞാൽ എന്താ, കാരണം. ഇഫക്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ റിസൾട്ട്. അപ്പോൾ ഈ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസിൽ എപ്പോഴും ഒരു കോസും ഇഫക്റ്റും അവിടെ പറഞ്ഞിരിക്കും. അതായത് കാരണം എന്താണെന്നും അതിൻ്റെ റിസൾട്ട് എന്താണെന്നും പറഞ്ഞിരിക്കും. മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് എന്ത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്, ഒരു സിറ്റുവേഷനിൽ ഉണ്ടാവാൻ ചാൻസ് ഉള്ള കാരണങ്ങളും അതിൻ്റെ റിസൾട്ടും എന്ത് ചെയ്യുന്നുണ്ട്, മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് പറയുന്നുണ്ട്. എക്സാമ്പിൾ, യൂണിറ്റി ഓഫ് കമാൻഡ് സ്റ്റേറ്റ്സ് ദാറ്റ് പ്രസൻസ് ഓഫ് എ സിംഗിൾ ബോസ് അവോയ്ഡ്സ് കൺഫ്യൂഷൻ. നമ്മളിനി പഠിക്കാൻ പോകുന്ന പ്രിൻസിപ്പിൾസിലെ ഒരു പ്രിൻസിപ്പിളാണ് യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറയുന്നത്. ഈ യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറഞ്ഞാൽ സബോർഡിനേറ്റ് ഷുഡ് റിസീവ് ഓർഡേഴ്സ് ഫ്രം വൺ സുപ്പീരിയർ അറ്റ് എ ടൈം എന്നാണ്. അതായത് ഒരു സബോർഡിനേറ്റിന് എന്ത് ചെയ്യണം, ഒരേ സമയം ഒരു സുപ്പീരിയറിൻ്റെ കയ്യിൽ നിന്ന് മാത്രമേ ഇൻസ്ട്രക്ഷൻസ് ലഭിക്കാൻ പാടുകയുള്ളൂ. അതാണ് യൂണിറ്റി ഓഫ് കമാൻഡ്. അപ്പോൾ ഇവിടെ പറയുന്നത് യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറയുന്നത് എന്താ, ഇറ്റ് സ്റ്റേറ്റ്സ് ദ പ്രസൻസ് ഓഫ് എ സിംഗിൾ ബോസ് അവോയ്ഡ്സ് കൺഫ്യൂഷൻ. അതായത് ഒരു സിംഗിൾ ബോസിൻ്റെ പ്രസൻസ് മാത്രമേ അവിടെ പാടുകയുള്ളൂ എന്ന് പറയുന്നു. അത് തന്നെ ഇറ്റ് അവോയ്ഡ്സ് കൺഫ്യൂഷൻ. അങ്ങനെ വരുമ്പോൾ എന്താണ്, കൺഫ്യൂഷൻ അവോയ്ഡ് ചെയ്യും. അതായത് ഒന്നിൽ കൂടുതൽ സുപ്പീരിയേഴ്സിൻ്റെ കയ്യിൽ നിന്നും ഒരേ സമയം ഇൻസ്ട്രക്ഷൻസ് കിട്ടുമ്പോൾ ഈ കിട്ടുന്ന എംപ്ലോയിക്ക് എന്ത് ചെയ്യാം, അതൊരു കൺഫ്യൂഷന് ചാൻസ് ഉണ്ട്. അപ്പോൾ യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറഞ്ഞാൽ അവിടെ അതിൻ്റെ കോസും പറഞ്ഞു, അതിൻ്റെ റിസൾട്ടും പറഞ്ഞു. കോസ് എന്ന് പറയുന്നത് എന്താ, സിംഗിൾ ബോസ്. ഇഫക്റ്റ് എന്ന് പറയുന്നത് എന്താ, കൺഫ്യൂഷൻ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് പറയുന്നുണ്ട് എന്നുള്ളതാണ്. ഹിയർ ദ പ്രസൻസ് ഓഫ് യൂണിറ്റി ഓഫ് കമാൻഡ് ഇസ് ദ കോസ് ആൻഡ് അവോയ്ഡൻസ് ഓഫ് കൺഫ്യൂഷൻ ഇസ് ദ ഇഫക്റ്റ്. ഓക്കെ, ഇനി നെക്സ്റ്റ് കണ്ടീജൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, അനിശ്ചിതത്വം അല്ലെങ്കിൽ അനിശ്ചിതമായത്, സർട്ടൺ അല്ലാത്തത്, അൺസർട്ടൺ എന്നൊക്കെയുള്ള മീനിങ് ആണ്. Management principles are to be applied in accordance with the situation and organizational requirements. Then only it will be successful. അതായത് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് നമുക്കറിയാം സിറ്റുവേഷണൽ ആണ്. സിറ്റുവേഷൻ അനുസരിച്ചാണ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് എന്ത് ചെയ്യുന്നത്, അഡോപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ സിറ്റുവേഷണൽ ആയതുകൊണ്ട് തന്നെ എന്താണ്, ആ ഒരു ഓർഗനൈസേഷണൽ റിക്വയർമെൻറ്റ്സിനനുസരിച്ചാണ് നമ്മൾ ഏത് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ അഡോപ്റ്റ് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചാണ് ബിസിനസ്സിൻ്റെ സക്സസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് എന്നുള്ളത് കണ്ടീജൻ്റ് ആണ്, അതായത് അനിശ്ചിതത്വം, സർട്ടൺ അല്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ സിറ്റുവേഷൻ ഓഫ് ദ business organization. So these are the nature of management principles. First is universal applicability, that is the management principles are applied in all organizations and in everywhere. Next it is the general guidelines for managerial action, that it specifies the manager to do a particular task in a particular situation. It is formed by practice and experimentation of the previous managers. It is flexible, that is it is situational, it depends on the situation of the business organization. It is mainly behavioral, that is the management principles are based on the human behavior, and it explains the cause and effect relationship, that is the reason and the result between those problems. And management principles are contingent, that is it depends on the situation of the organization. So these are the nature of business management principles. Next, significance of management principles. Significance അല്ലെങ്കിൽ importance of management principles. അതായത് എന്തിനു വേണ്ടിയിട്ടാണ് ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് അഡോപ്റ്റ് ചെയ്യുന്നത്? വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഇൻ അഡോപ്റ്റിംഗ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ഇൻ ആൻ ഓർഗനൈസേഷൻ? ഫസ്റ്റ് is providing managers with useful insights into reality. Insights into reality എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഇൻസൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഉൾക്കാഴ്ച എന്ന് പറയുന്നത് പോലെ റിയാലിറ്റി എന്ന് പറയുന്നത് യാഥാർത്ഥ്യം. അതായത് ബിസിനസ്സിൻ്റെ സിറ്റുവേഷൻ അനുസരിച്ച് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് അഡോപ്റ്റ് ചെയ്യാനാണ് എന്ത് ചെയ്യുന്നത്, മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് നമ്മൾ ബിസിനസ്സിൽ എന്ത് ചെയ്യുന്നത്, അഡോപ്റ്റ് ചെയ്യുന്നത്. അഡ്ഹറൻസ് ടു ദി പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് will add to their knowledge, ability and understanding of the managerial situation. അതായത് ഒരു ബിസിനസ് ഓർഗനൈസേഷനിലുള്ള സിറ്റുവേഷൻസ്
കറക്റ്റായിട്ട് വ്യക്തമായി മനസ്സിലാക്കാനും അതിനെക്കുറിച്ചുള്ള നോളജ് അക്വയർ ചെയ്യാനും ആ ഒരു എബിലിറ്റി ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്, ആ ഒരു പ്രോബ്ലത്തെക്കുറിച്ച് വ്യക്തമായി പഠിക്കാനും എന്ത് ചെയ്യുന്നു, മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ഹെൽപ്പ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് കോൾഡ് ആൻ ഇൻസൈറ്റ് ഇൻ ടു റിയാലിറ്റി. അതുകൊണ്ടാണ് ആ ഒരു റിയാലിറ്റി അല്ലെങ്കിൽ യാഥാർത്ഥ്യത്തിലേക്കുള്ള ഉൾക്കാഴ്ച എന്ന് പറയുന്നത്. അതായത് ആ ഒരു പ്രോബ്ലത്തെക്കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നുള്ളത്. ഓക്കെ, സോ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ഹെൽപ്പ് ദി മാനേജേഴ്സ് with useful insights into reality. Next is optimum utilization of resources. അതായത് ബിസിനസ്സിൽ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് ഏറ്റവും നന്നായി യൂട്ടിലൈസ് ചെയ്യാൻ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ഹെൽപ്പ് ചെയ്യുന്നു. The principles of management point out how time, money, materials and human efforts can be used economically to improve the productivity. അതായത് ബിസിനസ്സിൽ അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ അല്ലെങ്കിൽ ലേബർ ഫോഴ്സ്, ഹ്യൂമൻ എഫേർട്ട്, മണി, അങ്ങനെയുള്ള ബിസിനസ്സിൻ്റേതായിട്ടുള്ള റിസോഴ്സസ് ഏറ്റവും നന്നായിട്ട് എക്കണോമിക്കലി യൂസ് ചെയ്യാൻ എങ്ങനെ സാധിക്കുന്നു എന്നുള്ള കാര്യങ്ങളാണ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് പറയുന്നത്. This fact can be seen in the principles of division of work, delegation of authority. Division of work, delegation of authority എന്നുള്ളതൊക്കെ പ്രിൻസിപ്പിൾസ് ആണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രിൻസിപ്പിൾസൊക്കെ ഈ ഒരു കാര്യത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ്. ഡിവിഷൻ ഓഫ് വർക്ക് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ മൊത്തത്തിലുള്ള വർക്കുകൾ ഡിഫറെൻറ്റ് എംപ്ലോയീസിന് ഡിവൈഡ് ചെയ്യുന്നത്, അതാണ് ഡിവിഷൻ ഓഫ് വർക്ക്. ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറയുന്നത് മാനേജേഴ്സ് എന്ത് ചെയ്യും, മാനേജേഴ്സിൻ്റെ വർക്ക് എംപ്ലോയീസിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കും. അതായത് അതോറിറ്റി, അധികാരം കൊടുക്കുക എന്നുള്ളതാണ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി. അപ്പോൾ ഇങ്ങനെയുള്ള പ്രിൻസിപ്പിൾസുകളൊക്കെ ബിസിനസ്സിൻ്റേതായ റിസോഴ്സസിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളത്. ഇനി നെക്സ്റ്റ്, സയൻറ്റിഫിക് ഡിസിഷൻസ്. With the help of management principles, managers can take appropriate decisions in right time. അതായത് നമുക്കറിയാം ഒരുപാട് ഒബ്സർവേഷൻ്റെ ബേസിസിൽ ഡിറൈവ് ചെയ്തിട്ടുള്ളതാണ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സയൻറ്റിഫിക്കലി ഡിസിഷൻസ് എടുക്കാൻ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ഹെൽപ്പ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ദി മാനേജേഴ്സ് ക്യാൻ ടേക്ക് അപ്രോപ്രിയേറ്റ് ഡിസിഷൻസ് അറ്റ് ദി റൈറ്റ് ടൈം. കറക്റ്റ് ടൈമിൽ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് ആർക്ക് എടുക്കാൻ പറ്റും, ഈ ഒരു മാനേജേഴ്സിന് എടുക്കാൻ സാധിക്കും. അടുത്തത്, മീറ്റിംഗ് ചേഞ്ചിങ് എൻവയോൺമെൻറ്റ് റിക്വയർമെൻറ്റ്സ്. അതായത് സിറ്റുവേഷണൽ എന്നുള്ള ഒരു വേർഡ് നമ്മൾ പഠിച്ചിരുന്നു. ഓരോ ബിസിനസ്സിൻ്റെ ആ പ്രിവെയിലിംഗ് സിറ്റുവേഷൻ അനുസരിച്ചാണ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് എടുക്കുന്നത് എന്ന് പറഞ്ഞു. അതായത് മീറ്റിംഗ് ചേഞ്ചിങ് എൻവയോൺമെൻറ്റൽ റിക്വയർമെൻറ്റ്സ്, ബിസിനസ്സിൻ്റെ മാറുന്ന നീഡ്സിനനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കാൻ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യും. മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ആർ ഹൈലി ഫ്ലെക്സിബിൾ ആൻഡ് ദെർഫോർ ക്യാൻ ബി മോഡിഫൈഡ് ടു മീറ്റ് ചേഞ്ചിങ് റിക്വയർമെൻറ്റ്സ് ഓഫ് ദി എൻവയോൺമെൻറ്റ്. നെക്സ്റ്റ്, ഫുൾഫില്ലിംഗ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. Good quality products to the customers, care for environment, opportunities for employment, education for the children of employees, etc. are some of the examples for social responsibilities. നമുക്കറിയാം ഒരു ബിസിനസ് ഓർഗനൈസേഷന് സൊസൈറ്റിയോടും അല്ലെങ്കിൽ ഔട്ട്സൈഡ് വേൾഡിനോട് കുറച്ച് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട് അല്ലേ, കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ഈ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഫുൾഫിൽ ചെയ്യാൻ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ഹെൽപ്പ് ചെയ്യുന്നു. അതായത് ഒരു സൊസൈറ്റിയിൽ കുറച്ച് പേർക്ക് എന്ത് ചെയ്യാണ്, എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കാം. അതുപോലെ അവർക്ക് എന്ത് ചെയ്യാം, നല്ലൊരു ഗുഡ് വർക്കിംഗ് എൻവയോൺമെൻറ്റ് കൊടുക്കാം എംപ്ലോയീസിന്, ക്വാളിറ്റി പ്രോഡക്ട്സുകൾ പ്രൊവൈഡ് ചെയ്യാം. അതുപോലെ എഡ്യൂക്കേഷൻ ഫോർ ദി ചിൽഡ്രൻ ഓഫ് എംപ്ലോയീസ്, ആ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിൻ്റെ കുട്ടികൾക്ക് എന്ത് ചെയ്യാം, എഡ്യൂക്കേഷണൽ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിലൂടെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫുൾഫിൽ ചെയ്യാൻ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ഹെൽപ്പ് ചെയ്യുന്നു. നെക്സ്റ്റ്, മാനേജ്മെൻറ്റ് ട്രെയിനിങ്, എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. A well-organized and systematic body of knowledge, that is the management principles, is essential for imparting training and education to managers for functioning efficiently. അതായത് നമുക്കറിയാം, ഇപ്പോൾ ഒരു പുതിയൊരു എംപ്ലോയി ബിസിനസ്സിലേക്ക് വരികയാണെന്ന് വിചാരിക്കുക. ഒരു മാനേജറാണ് ബിസിനസ്സിലേക്ക് വരുന്നതെങ്കിൽ ആ മാനേജർക്ക് വേണ്ട ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റൽ പ്രോഗ്രാംസ് എന്ത് ചെയ്യും, ആ ഒരു ബിസിനസ് ഓർഗനൈസേഷന് കൊടുക്കും. അതെന്തിനു വേണ്ടിയിട്ടാണ്, ആ ഒരു വ്യക്തിയെ ആ ഒരു പൊസിഷനിലേക്ക് ആപ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ട്രെയിനിങ്, എഡ്യൂക്കേഷണൽ, റിസർച്ച് പ്രോഗ്രാംസ് കൊടുക്കുന്നതിലൂടെ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു മാനേജർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇമ്പാർട്ട് ചെയ്യുന്നുണ്ട്, അതായത് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് അർത്ഥം. അപ്പോൾ ഇങ്ങനെയുള്ള ട്രെയിനിങ് ആൻഡ് പ്രോഗ്രാംസിലൂടെ ദ മാനേജേഴ്സ് വിൽ ബി
made apt for that position. Okay. So these are the significance or importance of management principles. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ബിസിനസ്സിൽ അഡോപ്റ്റ് ചെയ്യുന്നത് എന്ന്. ഫസ്റ്റ് എന്താണ്? ടു പ്രൊവൈഡ് ദി മാനേജേഴ്സ് എന്താണ് ആൻ ഇൻസൈറ്റ് ഇൻ ടു റിയാലിറ്റി, അല്ലെങ്കിൽ പ്രൊവൈഡിങ് യൂസ്ഫുൾ ഇൻസൈറ്റ് എന്ന് എഴുതിയാലും മതി. അതായത് റിയൽ പ്രോബ്ലമാറ്റിക് സിറ്റുവേഷൻ മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ഇറ്റ് ഹെൽപ്സ് ദി മാനേജേഴ്സ് ടു ഫങ്ഷൻ അക്കോർഡിംഗ് ടു ദ റിയൽ പ്രോബ്ലമാറ്റിക് സിറ്റുവേഷൻ. Next, optimum utilization of resources, that is the management principles helps the managers to optimum utilize these resources, that is men, material, money, labor force, etc., and use these resources economically. Next is scientific decisions. That is the management principles helps the managers to take decisions scientifically, that is to take the right decisions at the right time to meet the changing environment. That is the managers can take adequate solution according to the prevailing situations of the organization. It helps the managers to fulfill the social responsibility by providing quality products at a cheaper price, and providing employment opportunities, providing educational facilities to the employees, etc. And next, it helps the managers to make apt for the situation by acquiring training and educational programs. Okay, so these are the significance or importance of management principles. Next is Fayol's principles of management. നമ്മൾ പറഞ്ഞു ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റും സയൻറ്റിഫിക് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റും പഠിക്കുന്നുണ്ട്. ഇനി ഈ ഫയോൾസ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതായത് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും സ്ഥിരമായി എസ്സേ ആയി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഹെൻറി ഫയോൾസ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഈ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റിനെ ജനറൽ തിയറി ഓഫ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് എന്നും പറയും. സോ ഹെൻറി ഫയോൾസ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് ഇസ് കോൾഡ് ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്. ഹെൻറി ഫയോൾ എന്ന് പറയുന്നത് ഒരു ഫ്രഞ്ച് എഞ്ചിനീയർ ആയിരുന്നു. ഹി വാസ് എ ഫ്രഞ്ച് എഞ്ചിനീയർ ഇൻ എ മൈനിങ് കമ്പനി. ഹി ബിക്കെയിം ദി MD ഓഫ് ദാറ്റ് കമ്പനി. He is the author of General and Industrial Management, and he is also called the father of modern management. അപ്പോൾ ഫാദർ ഓഫ് മോഡേൺ മാനേജ്മെൻറ്റ് എന്ന് പറയും. അതുപോലെ ഈ ഒരു പ്രിൻസിപ്പിൾസിനെ ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയും. ഓക്കെ, ഇനി he has propounded 14 principles of management. ഈ ഹെൻറി ഫയോൾ എന്ത് ചെയ്തിട്ടുണ്ട്? 14 principles of management കൊണ്ടുവന്നിട്ടുണ്ട്. ആദ്യം ഒരു ഫ്രഞ്ച് എഞ്ചിനീയർ ആയിട്ട് ഒരു മൈനിങ് കമ്പനിയിൽ അദ്ദേഹത്തിൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തു. പിന്നീട് എന്ത് ചെയ്തു? ആ കമ്പനിയുടെ തന്നെ MD എന്ന ഒരു പൊസിഷനിലേക്ക് എത്തി. അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? ജനറൽ ആൻഡ് ഇൻഡസ്ട്രിയൽ മാനേജ്മെൻറ്റ് എന്ന ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതുപോലെ 14 പ്രിൻസിപ്പിൾസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഹി പ്രപ്പൗണ്ടഡ് എന്ന് പറഞ്ഞാൽ 14 പ്രിൻസിപ്പിൾസ് എന്ത് ചെയ്തു? കൊണ്ടുവന്നു, അല്ലെങ്കിൽ നമ്മളത് കോൺട്രിബ്യൂട്ട് ചെയ്തു എന്നൊക്കെയുള്ള മീനിങ് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾ ഇൻട്രൊഡക്ഷനിൽ എഴുതേണ്ടത്. That is, the principles of general management was propounded by a management thinker called Henry Fayol. ഹെൻറി ഫയോളിൻ്റെ ആ ഒരു ചെറിയൊരു ഹിസ്റ്ററി എഴുതുക. അതായത് ഹി വാസ് എ ഫ്രഞ്ച് എഞ്ചിനീയർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ ഒരു കാര്യം എന്ത് ചെയ്യുക? ഇൻട്രൊഡക്ഷനിൽ കൊടുക്കുക. ഇനി 14 പ്രിൻസിപ്പിൾസ് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇതാണ് ഹെൻറി ഫയോൾ കൊണ്ടുവന്ന 14 പ്രിൻസിപ്പിൾസ്. ഡിവിഷൻ ഓഫ് വർക്ക്, അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി, ഡിസിപ്ലിൻ, യൂണിറ്റി ഓഫ് കമാൻഡ്, യൂണിറ്റി ഓഫ് ഡയറക്ഷൻ, സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ജനറൽ ഇൻട്രസ്റ്റ്, the degree of centralization, scalar chain, order, equity, stability of tenor of personnel and initiative, and പിന്നെ remuneration and esprit de corps. ഇങ്ങനെയുള്ള 14 പ്രിൻസിപ്പിൾസ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഹെൻറി ഫയോൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് നമ്മളിനി ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പോൾ 8 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അതിനനുസരിച്ച് എഴുതാൻ പാകത്തിന് വേണം നിങ്ങൾ നോട്ട്സ് കൂടി പ്രിപ്പയർ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് ഡിവിഷൻ ഓഫ് വർക്ക്. ഡിവിഷൻ ഓഫ് വർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ബിസിനസ്സിലുള്ള മൊത്തത്തിലുള്ള ടോട്ടൽ വർക്കിനെ ഡിഫറെൻറ്റ് സെക്ഷൻ അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആക്കി ഡിവൈഡ് ചെയ്യും. ഈ ഓരോ വർക്കും ഓരോ ഇൻഡിവിജ്വലിൻ്റെ അല്ലെങ്കിൽ ഓരോ എംപ്ലോയിയുടെ നീഡ്സിനനുസരിച്ച് കേപ്പബിലിറ്റി
അല്ലെങ്കിൽ സ്കിൽ, നോളജ് ഇങ്ങനെയുള്ള ഫാക്ടേഴ്സൊക്കെ കൺസിഡർ ചെയ്ത് ഓരോ എംപ്ലോയിക്കും എത്ര ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലാക്കി ആ എംപ്ലോയീസിനെ ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് ഡിവിഷൻ ഓഫ് വർക്ക് എന്ന് പറയാം. A complex work should be divided into small tasks and each task should be assigned to a particular employee. അതായത് ബിസിനസ്സിലുള്ള എല്ലാ വർക്കും എന്ത് ചെയ്യാണ്, ഇറ്റ് ഷുഡ് ബി ഡിവൈഡഡ് ഇൻ ടു ഡിഫറെൻറ്റ് സെക്ഷൻസ് ഓർ ഡിഫറെൻറ്റ് പേഴ്സൺസ് ആൻഡ് ഈച്ച് ടാസ്ക് ഷുഡ് ബി അസൈൻ ടു എ പെർട്ടിക്കുലർ എംപ്ലോയി. എന്നിട്ട് അതിൽ ഓരോ ടാസ്കും ഓരോ എംപ്ലോയിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, അസൈൻ ചെയ്യണം. അതായത് ആ ഒരു ടാസ്ക് ഫ്രീക്വൻ്റ് ആയിട്ട് ചെയ്യുന്നത് ആരായിരിക്കും, ആ പെർട്ടിക്കുലർ എംപ്ലോയി ആയിരിക്കും. Okay, it increases the efficiency because by doing a small part of work repeatedly, the employee acquires speed and perfection. ഇതെന്തിനാണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ നമുക്കറിയാം, നമ്മൾ ഒരു വർക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു വർക്കിൽ സ്പീഡ് കിട്ടും, സ്പെഷ്യലൈസേഷൻ കിട്ടും, നമ്മൾ ആ ഒരു വർക്കിൽ എക്സ്പേർട്ട് ആവും അല്ലേ. ഇപ്പം നിങ്ങൾക്കറിയാം, നമ്മളിപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിലാണ് പോകുന്നത് എന്ന് വിചാരിക്കാം. അപ്പോൾ ആ ഒരു സൂപ്പർ മാർക്കറ്റിലെ ക്യാഷ്യർ അല്ലെങ്കിൽ ആ ഒരു കൗണ്ടറിൽ ഇരിക്കുന്ന ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് ആൾക്ക് ആ ഒരു കാൽക്കുലേഷൻ അല്ലെങ്കിൽ ആ ഒരു കാര്യവുമായിട്ട് നമ്മൾ വാങ്ങിക്കുന്ന സാധനം വേഗം കാർട്ടിലിടുക, അതിൻ്റെ എമൗണ്ട് അവിടെ ഡിറ്റക്റ്റ് ചെയ്യുക, അതിൻ്റെ പ്രൈസ് ഇതാക്കുക, എന്നിട്ട് ആ ടോട്ടൽ എമൗണ്ട് അല്ലെങ്കിൽ ആ ഒരു ബില്ല് തന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റ് നടത്തുക. അങ്ങനെ വളരെ സ്പീഡി ആയിട്ട് ആൾ ചെയ്യുന്നത് കാണാം അല്ലേ. അങ്ങനെ ഓരോ വർക്ക് എടുക്കുകയാണെങ്കിലും ഇപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന ഒരു സെയിൽസ്മാൻ ആണെങ്കിൽ നമുക്ക് ആ ഒരു സെയിൽസ്മാനോട് നമുക്ക് ഇന്നൊരു കാര്യം വേണമെന്ന് നമ്മൾ ചോദിക്കുകയാണ്. അപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലുള്ള സെയിൽസ്മാന് കറക്റ്റായിട്ട് അറിയാം ആ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ് എവിടെയാണ് ഇരിക്കുന്നതെന്നും ഇനി സ്റ്റോക്ക് ഉണ്ടോ അല്ലെങ്കിൽ ഇതിന് ഇപ്പോൾ ഓഫറാണോ, എന്താണ് ഇതിൻ്റെ ക്വാളിറ്റി എന്നുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു സെയിൽസ്മാൻ അറിയാമായിരിക്കും അല്ലേ. അപ്പോൾ അതുപോലെ ഒരു ബിസിനസ്സിലെ ടോട്ടൽ ടാസ്കിനെ ഡിഫറെൻറ്റ് വർക്ക്സ് ആക്കി ഡിവൈഡ് ചെയ്ത് ആൻഡ് ദിസ് ഈച്ച് ടാസ്ക് വിൽ ബി അസൈൻഡ് ടു ഡിഫറെൻറ്റ് എംപ്ലോയീസ്. On doing this work regularly or frequently, that employee becomes specialized or expert in that job and he will gain specialization. അപ്പോൾ ഇവിടെ ഡിവിഷൻ ഓഫ് വർക്ക് ലീഡ്സ് ടു ഡാഷ് എന്ന് ചോദിക്കും. സോ ഡിവിഷൻ ഓഫ് വർക്ക് ലീഡ്സ് ടു സ്പെഷ്യലൈസേഷൻ. ഓക്കെ, ഇതാണ് ഫസ്റ്റ് പ്രിൻസിപ്പിളായിട്ട് ഹെൻറി ഫയോൾ പറയുന്നത്. ബിസിനസ്സിലെ ഓരോ ആക്ടിവിറ്റീസും ഡിഫറെൻ്റ് ആക്കി ഡിവൈഡ് ചെയ്ത് ഓരോ ടാസ്കും ഓരോ എംപ്ലോയീസിന് കൊടുക്കണം എന്നുള്ളത്. ഇനി രണ്ടാമത്തെ പ്രിൻസിപ്പിളാണ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. അതോറിറ്റി എന്ന് പറയുന്നത് അധികാരം, റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഉത്തരവാദിത്തം. ദാറ്റ് ഈസ് ദർ ഷുഡ് ബി എ ബാലൻസ് ഓർ ദർ ഷുഡ് ബി എ പാരിറ്റി ബിറ്റ്വീൻ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. അതായത് അധികാരവും ഉത്തരവാദിത്വവും തമ്മിൽ എന്ത് വേണം, ഒരു പാരിറ്റി അല്ലെങ്കിൽ ഒരു ബാലൻസ് വേണമെന്നാണ് ഹെൻറി ഫയോൾ പറയുന്നത്. അതോറിറ്റി ഈസ് ദ റൈറ്റ് ടു ഗിവ് ഓർഡേഴ്സ് ടു ദ സബോർഡിനേറ്റ്സ്. അതോറിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, അധികാരം എന്ന് പറഞ്ഞാൽ എന്താ, സബോർഡിനേറ്റ്സിന് അതായത് തൻ്റെ കീഴിലുള്ള എംപ്ലോയീസിന് ഓർഡർ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാനുള്ള ആ ഒരു റൈറ്റ്, ആ ഒരു അധികാരം, അതിനാണ് എന്ത് പറയുക, അതോറിറ്റി എന്ന് പറയുക. റൈറ്റ് ടു ഗിവ് ഓർഡേഴ്സ് ടു ദി സബോർഡിനേറ്റ്സ്. ഇനി റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ദി ഒബ്ലിഗേഷൻ ടു പെർഫോം ദി വർക്ക് ഇൻ ദി മാനർ ഡിസൈർഡ് ആൻഡ് ഡയറക്റ്റഡ് ബൈ ദി അതോറിറ്റി. അതായത് സുപ്പീരിയർ പറയുന്ന പ്രകാരം ആ ഒരു വർക്ക് ചെയ്തു കൊടുക്കാനുള്ള ആ ഒരു ഒബ്ലിഗേഷൻ, ആ ഒരു ഉത്തരവാദിത്തത്തിനാണ് എന്ത് പറയുക, റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. സോ റെസ്പോൺസിബിലിറ്റി മീൻസ് ദി ഒബ്ലിഗേഷൻ ടു പെർഫോം ദ വർക്ക് ഇൻ ദി മാനർ ഡിസൈൻഡ് ആൻഡ് ഡയറക്റ്റഡ് ബൈ ദ അതോറിറ്റി. അതോറിറ്റി പറയുന്ന പ്രകാരം ആ വർക്ക് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്, ആ ഒരു ഒബ്ലിഗേഷനെയാണ് എന്ത് പറയുന്നത്, റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും എഴുതുക. ആദ്യം അതോറിറ്റി എന്താണെന്ന് എഴുതുക, അത് കഴിഞ്ഞ് റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് എഴുതുക, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, ദർ ഷുഡ് ബി എ ബാലൻസ് ബിറ്റ്വീൻ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ഇൻ എ ബിസിനസ് ഓർഗനൈസേഷൻ. ഇത് രണ്ടും തമ്മിൽ എന്ത് വേണം, ഒരു ബാലൻസ് അല്ലെങ്കിൽ ഒരു പാരിറ്റി വേണം. ഓക്കെ, ഇഫ് അതോറിറ്റി ഈസ് ഗിവൺ ടു എ പേഴ്സൺ ഹി ഷുഡ് ഓൾസോ ബി മെയ്ഡ് റെസ്പോൺസിബിൾ. ഇനി ഇവിടെ പറയുന്നത് എന്താ, ഒരാൾക്ക് അതോറിറ്റി അതായത് അധികാരം കൊടുത്തിട്ടുണ്ടെങ്കിൽ അയാൾ അതിന് ഉത്തരവാദി കൂടി ആയിരിക്കും. അതായത് ഒരു മാനേജർ എന്ത് ചെയ്തു, ഒരു ടാസ്ക് തൻ്റെ കീഴിലുള്ള എംപ്ലോയീസിന് കൊടുത്തു, അവരത് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ചെയ്ത് കിട്ടിയോ എന്നുള്ള ആ ഒരു ഉത്തരവാദിത്തം അല്ലെങ്കിൽ ആ ഒരു ടാസ്കുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഉത്തരവാദിത്തം, റെസ്പോൺസിബിലിറ്റി ആർക്കായിരിക്കും, ആ ഒരു മാനേജേഴ്സിന് തന്നെ ആയിരിക്കും. അതാണ് ഇഫ് അതോറിറ്റി ഈസ് ഗിവൺ ടു എ പേഴ്സൺ ഹി ഷുഡ് ബി മെയ്ഡ് ഓൾസോ റെസ്പോൺസിബിൾ. ഇനി തേർഡ് വൺ, ഡിസിപ്ലിൻ. നിങ്ങൾക്ക് അറിയുന്ന വേർഡാണ് ഡിസിപ്ലിൻ എന്താണ് എന്നുള്ളത്.
It means obedience, respect for authority and observation of established rules. അതായത് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ എന്താ? അച്ചടക്കം എന്ന് പറയും. അതായത് ബിസിനസ്സിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിക്കുക, അതാണ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ഒബീഡിയൻസ്, റെസ്പെക്ട് ഫോർ അതോറിറ്റി, അതായത് ഈ ഒരു മാനേജേഴ്സിന് എന്ത് ചെയ്യുക, അവർ പറയുന്ന കാര്യങ്ങൾ ഏറ്റെടുക്കുക അല്ലെങ്കിൽ അതിനനുസരിച്ച് ഫോളോ ചെയ്യുക. ആൻഡ് ഒബ്സർവേഷൻ ഓഫ് എസ്റ്റാബ്ലിഷ്ഡ് റൂൾസ്. ഓരോ ബിസിനസ് ഓർഗനൈസേഷനും എന്തുണ്ട്? എസ്റ്റാബ്ലിഷ്ഡ് റൂൾസ് ഉണ്ട്. അതായത് ആ ഒരു ബിസിനസ്സിൻ്റേതായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അതിനനുസരിച്ച് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഡിസിപ്ലിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് ഒബീഡിയൻസ് ടു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് ദി ബിസിനസ് ഓർഗനൈസേഷൻ ഇസ് കോൾഡ് ഡിസിപ്ലിൻ. അപ്പോൾ എല്ലാ ബിസിനസ് ഓർഗനൈസേഷൻസിലും എന്തുണ്ട്? എംപ്ലോയീസ് ആ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിച്ചിരിക്കണം. It ensures the smooth running of the organization and applicable for workers and management. അപ്പോൾ എല്ലാ ബിസിനസ് ഓർഗനൈസേഷനും ഡിസിപ്ലിൻ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ബിസിനസ്സിൻ്റെ ഒരു സ്മൂത്ത് ഫങ്ഷനിങ് എന്ത് ചെയ്യുള്ളൂ? എൻഷുർ ചെയ്യുള്ളൂ. അത് മാനേജ്മെൻ്റ് ആണെങ്കിലും വർക്കേഴ്സ് ആണെങ്കിലും ഒക്കെ എന്ത് ചെയ്യണം? ഡിസിപ്ലിൻ ഫോളോ ചെയ്തിരിക്കണം. ഇനി നെക്സ്റ്റ് പ്രിൻസിപ്പിൾ ആണ് യൂണിറ്റി ഓഫ് കമാൻഡ്. യൂണിറ്റി ഓഫ് കമാൻഡ് എന്താണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു അല്ലേ? This principle states that each employee should receive orders from one superior only. അതായത് യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു എംപ്ലോയിക്ക് ഒരേ സമയം ഒരു സുപ്പീരിയറിൻ്റെ കയ്യിൽ നിന്ന് മാത്രമേ ഇൻസ്ട്രക്ഷൻസ് കിട്ടാൻ പാടുകയുള്ളൂ എന്ന്. അപ്പോൾ നമുക്കറിയാം, ഞാനൊരു എംപ്ലോയി ആണെന്ന് വിചാരിക്കാം. എനിക്ക് മിസ്റ്റർ എ എന്ന എൻ്റെ ബോസിൽ നിന്നും എന്ത് ചെയ്യാണ്? എന്നോട് പറഞ്ഞു മെയിൽ അയക്കണം എന്ന് പറഞ്ഞു. അതായത് ഒരു ക്ലയൻറ്റിന് മെയിൽ അയക്കണം എന്ന് പറഞ്ഞു. അതേസമയം എന്ത് ചെയ്യാണ്? ബി എന്ന് പറയുന്ന മറ്റൊരു സുപ്പീരിയർ എന്നോട് പറയാണ് എന്ത്? ആ ഒരു ഈ ഒരു മാസത്തെ പേറോൾ ഒന്ന് പെട്ടെന്ന് ചെക്ക് ചെയ്ത് തരണം അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്ത് തരണം എന്ന് പറയാണ്. അപ്പോൾ ഒരേ സമയം രണ്ട് സുപ്പീരിയേഴ്സിൽ നിന്നും ഇൻസ്ട്രക്ഷൻസ് കിട്ടുമ്പോൾ ആ എംപ്ലോയിക്ക് അവിടെ എന്ത് വരും? കൺഫ്യൂഷൻ വരും അല്ലേ? അപ്പോൾ ഈ ഒരു കൺഫ്യൂഷൻ അവോയ്ഡ് ചെയ്യണമെങ്കിൽ അവിടെ എന്ത് വേണം? യൂണിറ്റി ഓഫ് കമാൻഡ് വേണം. ദാറ്റ് ഈസ് എ സബോർഡിനേറ്റ് ഷുഡ് റിസീവ് ഓർഡേഴ്സ് ഫ്രം വൺ സുപ്പീരിയർ അറ്റ് എ ടൈം. ഒരു സബോർഡിനേറ്റിന് ഒരേ സമയം ഒരു സുപ്പീരിയറിൻ്റെ കയ്യിൽ നിന്ന് മാത്രമേ ഇൻസ്ട്രക്ഷൻസ് ലഭിക്കാൻ പാടുകയുള്ളൂ എന്നുള്ളത്. മോർ ദാൻ വൺ സുപ്പീരിയർ അറ്റ് എ ടൈം ലീഡ്സ് ടു കൺഫ്യൂഷൻ. അപ്പോൾ യൂണിറ്റി ഓഫ് കമാൻഡ് എന്ത് ചെയ്യണം? അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു കോൺട്രഡിക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ലീഡ് ടു കൺഫ്യൂഷൻ. ഇഫ് ദർ ഇസ് നോ യൂണിറ്റി ഓഫ് കമാൻഡ് ഇറ്റ് വിൽ ലീഡ് ടു കൺഫ്യൂഷൻ. ഇനി അടുത്തതാണ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. യൂണിറ്റി ഓഫ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ വൺ ഹെഡ് ആൻഡ് വൺ പ്ലാൻ എന്നാണ്. അത് ഷോർട്ടാക്കി പറയുകയാണെങ്കിൽ വൺ ഹെഡ് ആൻഡ് വൺ പ്ലാൻ. That is, the activities which have a common objective must be grouped together and under one head. അതായത് ഒരേ ഒബ്ജക്റ്റീവ് ഉള്ള കാര്യങ്ങളെ എന്ത് ചെയ്യണം? ഒരു ഗ്രൂപ്പാക്കി തിരിച്ച് അതിന് ഒരു ഹെഡും ഒരു പ്ലാനും ആയിരിക്കണം എന്ന്. അതായത് ഒരു ബിസിനസ്സിൻ്റെ നമ്മൾ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് ഗ്രൂപ്പും അല്ലെങ്കിൽ നമ്മൾ ഒരേ കാര്യം തന്നെ അച്ചീവ് ചെയ്യാൻ വേണ്ടി പല ആൾക്കാരും പല വഴിയിലൂടെ ചെയ്യുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഒരു ഹെഡും ഒരു പ്ലാനുമാക്കി അവരുടെ ആ ഒരു ടീം വർക്കോട് കൂടിയിട്ട് ചെയ്യുക എന്നുള്ളതാണ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. വൺ ഹെഡ് ആൻഡ് വൺ പ്ലാൻ ഫോർ ഓൾ ദോസ് ആക്ടിവിറ്റീസ് ഹാവിങ് ദ സെയിം ഒബ്ജക്റ്റീവ്. ഒരേ ഒബ്ജക്റ്റീവ് ഉള്ള കാര്യങ്ങളെ എന്ത് ചെയ്യണം? ഒരു ഹെഡും ഒരു പ്ലാനുമാക്കി വർക്ക് ചെയ്യുക എന്നുള്ളത്. All the operations and departments in the organization should be directed towards the common goal. ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഗോൾ അച്ചീവ് ചെയ്യണമെങ്കിൽ ആ ഒരു ബിസിനസ് ഓർഗനൈസേഷനിലുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും എന്ത് ചെയ്യണം? ആ പെർട്ടിക്കുലർ ഗോളിന് വേണ്ടിയിട്ട് വേണം എന്ത് ചെയ്യാൻ? വർക്ക് ചെയ്യാൻ. അപ്പോൾ ഒരു ബിസിനസ്സിലെ എല്ലാ കാര്യങ്ങളും ഒരേ ഗോളിലേക്ക് വേണം ടാർഗറ്റ് ചെയ്യാൻ എന്നുള്ളത്. ഇനി ഡിഫറൻസ് ബിറ്റ്വീൻ യൂണിറ്റി ഓഫ് കമാൻഡ് ആൻഡ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. അപ്പോൾ അതിൽ നമുക്കറിയാം യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറയുന്നത് എന്താണ്? എ സബോർഡിനേറ്റ് ഷുഡ് റിസീവ് ഓർഡേഴ്സ് ഫ്രം വൺ സുപ്പീരിയർ അറ്റ് എ ടൈം എന്ന് പറഞ്ഞാൽ വൺ സുപ്പീരിയർ അറ്റ് എ ടൈം, ഒരു സമയം ഒരു സുപ്പീരിയർ മാത്രം. യൂണിറ്റി ഓഫ് ഡയറക്ഷൻ ആണെങ്കിലോ വൺ ഹെഡ് ആൻഡ് വൺ പ്ലാൻ. അതായത് സെയിം ഒബ്ജക്റ്റീവ് ഉള്ള എല്ലാ കാര്യങ്ങൾക്കും ഒരു ഹെഡും ഒരു പ്ലാനുമാണ് വേണ്ടത്. ഇനി എയിം എന്ന് പറയുന്നത് എന്താ? ഇറ്റ് പ്രിവെൻറ്റ്സ് ഡുവൽ സബോർഡിനേഷൻ. ഡുവൽ സബോർഡിനേഷൻ എന്ന് പറയുന്നത് ഒരേ സമയം എന്ത് ചെയ്യാണ്? ഒന്നിൽ കൂടുതൽ സബോർഡിനേറ്റ്സുമായിട്ട് ഡീൽ ചെയ്യുന്നത് അല്ലെങ്കിൽ അവർക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത് ഒഴിവാക്കുന്നു. ഇറ്റ് പ്രിവെൻറ്റ്സ് ഡുവൽ സബോർഡിനേഷൻ. ഡുവൽ എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ സബോർഡിനേഷൻ അവിടെ പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്.
ഇവിടെയാണെങ്കിലോ ഇറ്റ് പ്രിവെൻറ്റ്സ് ഓവർലാപ്പിംഗ് ഓഫ് ആക്ടിവിറ്റീസ്. അതായത് ഓവർലാപ്പിംഗ് എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ കുമിഞ്ഞുകൂടി കിടക്കുക. അപ്പം അങ്ങനെ ഓവർലാപ്പിംഗ് ചെയ്യാതെ അതെന്ത് ചെയ്യുന്നു, അത് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു. ഇറ്റ് പ്രിവെൻറ്റ്സ് ദി ഓവർലാപ്പിംഗ് ഓഫ് ആക്ടിവിറ്റീസ്. ഇനി ഇറ്റ് അഫക്ട്സ് ആൻ ഇൻഡിവിജ്വൽ എംപ്ലോയി. നമുക്കറിയാം ഇവിടെ യൂണിറ്റി ഓഫ് കമാൻഡ് പാലിച്ചില്ല എങ്കിൽ ഒരു ഇൻഡിവിജ്വൽ എംപ്ലോയിയാണ് അഫക്റ്റ് ചെയ്യുന്നത് അല്ലേ. അതായത് ഒന്നിൽ കൂടുതൽ സുപ്പീരിയേഴ്സ് ഒരേ സമയം ഒരു എംപ്ലോയിക്ക് വർക്ക് കൊടുക്കുമ്പോൾ അത് ആ ഒരു ഇൻഡിവിജ്വൽ എംപ്ലോയിയാണ് എഫക്റ്റ് ചെയ്യുന്നത് അല്ലേ. യൂണിറ്റി ഓഫ് ഡയറക്ഷൻ ആണെങ്കിലോ ഇറ്റ് അഫക്ട്സ് ദി എൻറ്റയർ ഓർഗനൈസേഷൻ. ആ ഒരു ടോട്ടൽ ഓർഗനൈസേഷനെയാണ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ അവിടെ ഫോളോ ചെയ്തില്ലെങ്കിൽ എഫക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇറ്റ് അഫക്ട്സ് ദി എൻറ്റയർ ഓർഗനൈസേഷൻ. ഇനി നെക്സ്റ്റ് പ്രിൻസിപ്പിൾ ആണ് സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ജനറൽ ഇൻട്രസ്റ്റ്. അതായത് ഇവിടെ ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ബിസിനസ് ഓർഗനൈസേഷനിലെ എംപ്ലോയീസിൻ്റെ ഇൻട്രസ്റ്റിനെയാണ്, എംപ്ലോയീസിൻ്റെ പേഴ്സണൽ ഇൻട്രസ്റ്റിനെയാണ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് എന്ന് പറയാം. ജനറൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ്റെ ഇൻട്രസ്റ്റും. ഓക്കെ, ഇവിടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് താല്പര്യമാണ്, പലിശയല്ല. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് എന്താ, എപ്പോഴും ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ എംപ്ലോയീസിൻ്റെ ഇൻട്രസ്റ്റിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഏതാണ്, ഓർഗനൈസേഷൻ്റെ ഇൻട്രസ്റ്റിനാണ്. ദാറ്റ് ഈസ് ദ ബിസിനസ് എൻ്റർപ്രൈസ് ഇസ് സുപ്പീരിയർ ടു ഇൻഡിവിജ്വൽസ്. അവിടെ ആ ഒരു ബിസിനസ് എൻ്റർപ്രൈസിൻ്റെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. ഇപ്പം നമുക്കറിയാം ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ ആ ഒരു എംപ്ലോയിയുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എന്താ, ഒന്ന് ജോബ് സെക്യൂരിറ്റി, ആ ഒരു ജോബ് എന്നും നിലനിൽക്കണം എന്നുള്ളത്. രണ്ട് എന്താ, ഇൻക്രിമെൻ്റ് അല്ലെങ്കിൽ സാലറിയിലുള്ള ഇൻക്രീസ് വേണം എന്നുള്ളത്. പിന്നെ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ ഓർഗനൈസേഷൻ്റെ ഗോൾ അച്ചീവ് ചെയ്യുക, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, അതുപോലെ ബിസിനസ്സിൽ അല്ലെങ്കിൽ മാർക്കറ്റിൽ എന്നും സ്റ്റേബിൾ ആയിട്ട് നിൽക്കുക എന്നുള്ളതൊക്കെയാണ് ഒരു ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്. അപ്പോൾ എപ്പോഴും എംപ്ലോയീസ് എന്ത് ചെയ്യണം, ഓർഗനൈസേഷൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് ചിന്തിക്കണം. അതായത് കൂടുതൽ ഇമ്പോർട്ടൻസ് എന്തിനു കൊടുക്കണം, മോർ ഇമ്പോർട്ടൻസ് ഷുഡ് ബി ഗിവൺ ടു ദി ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് ആൻഡ് നോട്ട് ഫോർ ദെയർ പേഴ്സണൽ ഇൻട്രസ്റ്റ്. ഓക്കെ, അതാണ് സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ജനറൽ ഇൻട്രസ്റ്റ്. The interest of the business must prevail over personal interest of the individuals. ഇനി സെവൻത്ത് പ്രിൻസിപ്പിൾ ആണ് റെമ്യൂണറേഷൻ ഓഫ് എംപ്ലോയീസ്. റെമ്യൂണറേഷൻ എന്ന് പറഞ്ഞാൽ അവർക്ക് കൊടുക്കുന്ന പേയ്മെൻറ്റ്. അപ്പോൾ റെമ്യൂണറേഷൻ ഓഫ് എംപ്ലോയീസ് എങ്ങനെയാണ് എന്ന്, ദ റെമ്യൂണറേഷൻ ഫോർ വർക്ക് ഡൺ മസ്റ്റ് ബി ഫെയർ ആൻഡ് റീസണബിൾ. അപ്പോൾ എംപ്ലോയീസ് അവർ ചെയ്യുന്ന വർക്കിന് അവർക്ക് കൊടുക്കുന്ന ആ ഒരു പേയ്മെൻറ്റിനെയാണ് റെമ്യൂണറേഷൻ എന്ന് പറയാം. ഈ റെമ്യൂണറേഷൻ എപ്പോഴും ഫെയർ ആൻഡ് റീസണബിൾ ആയിരിക്കണം. അതായത് അവർ അർഹിക്കുന്ന ആ ഒരു റെമ്യൂണറേഷൻ അവർക്ക് കൊടുത്തിരിക്കണം, അതും റീസണബിൾ ആയിരിക്കണം. അതായത് ഓരോ ജോലി അനുസരിച്ച്, ഓരോ ദാറ്റ് ഈസ് ദ നേച്ചർ ഓഫ് ജോബിനനുസരിച്ച് എന്ത് ചെയ്യണം, ദെയർ റെമ്യൂണറേഷൻ ഷുഡ് ബി ഫെയർ ആൻഡ് റീസണബിൾ. It must inspire the employees to work hard so that the organization earns more profit. അപ്പോൾ ഇങ്ങനെ റെമ്യൂണറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, എംപ്ലോയീസ് വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഹോണസ്റ്റി ആയിട്ട് വർക്ക് ചെയ്യുള്ളൂ. അതല്ല ചെറിയ റെമ്യൂണറേഷനും ഒരുപാട് വർക്കും കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ആറ്റിറ്റ്യൂഡായിരിക്കും തിരിച്ചെന്ത് ചെയ്യുക എംപ്ലോയീസിന് ഓർഗനൈസേഷനിൽ ഉണ്ടാവുക. അപ്പോൾ എപ്പോഴും ആ ഒരു ഓർഗനൈസേഷനിലെ എംപ്ലോയീസ് ചെയ്യുന്ന അവരുടെ നേച്ചർ ഓഫ് വർക്കിനനുസരിച്ച് വേണം അവർക്ക് എന്ത് ചെയ്യാൻ, റെമ്യൂണറേഷൻ കൊടുക്കാൻ. ഇനി എയ്ത്ത് പോയിന്റ് ആണ് സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ. സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ. സെൻട്രലൈസേഷൻ എന്ന് പറയുമ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് അതോറിറ്റി ടു ദി ടോപ്പ് മാനേജ്മെൻറ്റ്. അതായത് എപ്പോഴും തീരുമാനം എടുക്കാനുള്ള ആ ഒരു റൈറ്റ് ആർക്ക് മാത്രമാണ്, ടോപ്പ് അതോറിറ്റിക്ക് മാത്രമാണ് എന്നുള്ള ആ ഒരു ചിന്ത, അതിനെയാണ് സെൻട്രലൈസേഷൻ എന്ന് പറയുക. കോൺസെൻട്രേഷൻ ഓഫ് അതോറിറ്റി ടു ദ ടോപ്പ് മാനേജ്മെൻറ്റ്, അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് പവർ ഇൻ ദ ഹാൻഡ്സ് ഓഫ് എ ഫ്യൂ. കുറച്ച് പേരുടെ കയ്യിൽ മാത്രം അധികാരം എടുത്ത്, അതായത് നിശ്ചിതമായി വെക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് സെൻട്രലൈസേഷൻ എന്ന് പറയാം. ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, അതായത് ലോവർ ലെവൽ മാനേജ്മെൻറ്റിനും തീരുമാനം എടുക്കാനുള്ള ആ ഒരു റൈറ്റ് കൊടുക്കുന്നതിനെയാണ് ഡീസെൻട്രലൈസേഷൻ എന്ന് പറയാം. ദാറ്റ് ഈസ് ദ ഡിസ്പേഴ്സൽ ഓഫ് അതോറിറ്റി ടു ദി ലോവർ ലെവൽസ്. ലോവർ ലെവൽസിനും കൂടി ആ ഒരു അതോറിറ്റി അല്ലെങ്കിൽ അധികാരം കൊടുക്കുക, അതായത് ഓരോ കാര്യങ്ങളിലും തീരുമാനങ്ങൾ എടുക്കാനുള്ള ആ ഒരു റൈറ്റ് കൊടുക്കുന്നതിനെയാണ് ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ ടോപ്പ് മാനേജേഴ്സിന് മാത്രം ഡിസിഷൻസ് എടുക്കാനുള്ള റൈറ്റും, ഇവിടെ ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത് ആ ഒരു അതോറിറ്റി ഡിസ്പേഴ്സ് ചെയ്യുക, അതായത്
ഡിവൈഡ് ചെയ്യുക. ഡിസ്പേഴ്സൽ ഓഫ് ദി അതോറിറ്റി ടു ദ ലോവർ ലെവൽസിനെ ഡീസെൻട്രലൈസേഷൻ എന്ന് പറയും. At most centralization or decentralization is not good, but there must be a balance between them. അപ്പോൾ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം സെൻട്രലൈസേഷൻ എന്താണ്, ഡീസെൻട്രലൈസേഷൻ എന്താണ് എന്നുള്ളത് എഴുതുക. അത് കഴിഞ്ഞ് there should be a parity അല്ലെങ്കിൽ there should be a balance between these two. ഇത് രണ്ടും തമ്മിൽ എന്ത് വേണം? സെൻട്രലൈസേഷനും വേണം, ഡീസെൻട്രലൈസേഷനും വേണം. ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ടോപ്പ് മാനേജേഴ്സിന് മാത്രമാണ് ആ ഒരു ഡിസിഷൻസ് എടുക്കാനുള്ള റൈറ്റ് എങ്കിൽ അവിടെ ആ ഒരു അധികം ആ ഒരു എംപ്ലോയീസ് എന്ത് ചെയ്യില്ല, കോപ്പറേറ്റ് ചെയ്യില്ല. നേരെ മറിച്ച് ചില കാര്യങ്ങളിൽ ലോവർ ലെവൽസിന് കൂടി ഡിസിഷൻസ് എടുക്കാനുള്ള ഒരു പവർ കൊടുക്കുകയാണെങ്കിൽ എംപ്ലോയീസിന് എന്തുണ്ടാവും? ഒരു ഫീൽ ഉണ്ടാവും. അതായത് ഞങ്ങളുടെ കൂടി ഓർഗനൈസേഷനാണ്, ഞങ്ങൾക്ക് കൂടി എന്തുണ്ട്, ഇതിലുള്ള ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കാൻ ഞങ്ങൾക്ക് കൂടി ഇടയ്ക്ക് എന്ത് ചെയ്യാറുണ്ട്, റൈറ്റ് തരാറുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ഓർഗനൈസേഷൻ എന്നുള്ള ഒരു ഫീൽ അവർക്കുണ്ടാവും. സോ ദർ ഷുഡ് ബി എ ബാലൻസ് ബിറ്റ്വീൻ സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ. ഇനി ഈ പ്രിൻസിപ്പിൾസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയാവുന്ന ഒരു പ്രിൻസിപ്പിളാണ് സ്കാലർ ചെയിൻ. ഈ സ്കാലർ ചെയിൻ മാത്രം 3 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ സ്കാലർ ചെയിൻ എന്ന് പറയുന്നത് എന്താണ്? It refers to the line of authority or the chain of superiors starting from the highest and moving towards the lowest rank. ഇങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് എഴുതാം ചെയിൻ ഓഫ് കമാൻഡ് റേഞ്ചിങ് ഫ്രം ദ സുപ്പീരിയർ ടു ദി സബോർഡിനേറ്റ്സ്. സുപ്പീരിയേഴ്സിൽ നിന്നും സബോർഡിനേറ്റ്സിലേക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യാനുള്ള ആ ഒരു ചെയിൻ ഓഫ് കമാൻഡ്, ഇൻസ്ട്രക്ഷൻസ് പാസ് ചെയ്യാനുള്ള ആ ഒരു ചെയിനിനെയാണ് എന്ത് പറയുന്നത്? സ്കാലർ ചെയിൻ എന്ന് പറയാം. അപ്പോൾ ഇവിടെ എ ആണ് ടോപ്പ് അതോറിറ്റി. ഇതെന്താണ്? ലോവർ, അതായത് മിഡിൽ ലെവൽ മാനേജേഴ്സും ഇവിടെ ലോവർ ലെവൽ മാനേജേഴ്സും ആണ് എന്ന് വിചാരിക്കുക. അപ്പോൾ സുപ്പീരിയേഴ്സിൽ നിന്നും സബോർഡിനേറ്റ്സിലേക്കുള്ള ഇൻസ്ട്രക്ഷൻസ് പാസ് ചെയ്യുന്ന ആ ഒരു ചെയിൻ ഓഫ് കമാൻഡിനെയാണ് സ്കാലർ ചെയിൻ എന്ന് പറയാം. ദി ചെയിൻ ഓഫ് കമാൻഡ് റേഞ്ചിങ് ഫ്രം ദ സുപ്പീരിയേഴ്സ് ടു ദി സബോർഡിനേറ്റ്സ് ഇസ് നോൺ ആസ് സ്കാലർ ചെയിൻ. ഇനി ഈ സ്കാലർ ചെയിനിലൂടെ ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്? കമ്മ്യൂണിക്കേഷൻ പാസ് ചെയ്യേണ്ടത്. അതായത് ഒരു ഇൻഫർമേഷൻ ടോപ്പ് മാനേജേഴ്സിന്, ലോവർ ലെവൽ മാനേജേഴ്സിന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതാദ്യം മിഡിൽ ലെവൽ മാനേജേഴ്സിനോട് പറയണം. ഈ മിഡിൽ ലെവൽ മാനേജേഴ്സാണ് ആരോട് പറയുന്നത്? ലോവർ ലെവൽ മാനേജേഴ്സിനോട് പറയുന്നത്. തിരിച്ചും അങ്ങനെയാണ്. അതായത് ലോവർ ലെവൽ മാനേജർക്ക് ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ കുറച്ച് കാര്യങ്ങൾ അറിയിക്കണമെന്നുണ്ടെങ്കിൽ ഈ ലോവർ ലെവൽ മാനേജർ, എഫ് എന്ന ലോവർ ലെവൽ മാനേജർക്ക് ഒരിക്കലും എയോട് ഡയറക്റ്റ്ലി പോയി പറയാൻ പാടില്ല. അതിനെന്ത് ചെയ്യണം? ആദ്യം ഇ എന്ന തൊട്ട് മേലെയുള്ള സുപ്പീരിയറോട് പറയണം. ഇ അത് ഡിയോട് പറയും, ഡി അത് സിയോട് പറയും. അങ്ങനെ ആ ഒരു ചെയിൻ ഓഫ് കമാൻഡിലൂടെ വേണം എന്ത് ചെയ്യാൻ? കമ്മ്യൂണിക്കേഷൻ പാസ് ചെയ്യാൻ. ദി കമ്മ്യൂണിക്കേഷൻ ഷുഡ് പാസ് ത്രൂ ദിസ് ചെയിൻ ഓഫ് കമാൻഡ്. ഇനി ഇങ്ങനെ ചെയിൻ ഓഫ് കമാൻഡ് ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ഫോളോ ചെയ്യുമ്പോൾ അവിടെ എന്ത് വരാം? ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് അല്ലെങ്കിൽ ടൈം ഗ്യാപ്പ് വരാം. ഇങ്ങനെയുള്ള ഡിഫിക്കൽട്ടീസ് ഓവർകം ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ടൈം ഗ്യാപ്പ്, അതുപോലെ ചില സമയത്ത് എന്ത് വരാം? ആ ഒരു എ പറഞ്ഞ കാര്യമായിരിക്കില്ല ലോവർ ലെവലിലേക്ക് എത്തുമ്പോൾ ആ ആൾക്ക് കിട്ടുന്നത്. അതായത് കമ്മ്യൂണിക്കേഷൻ പാസ് ചെയ്യുമ്പോൾ അതിൽ ചേഞ്ചസ് വരാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജസ് ഒക്കെ വന്നപ്പോൾ അതൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന ഒരു ന്യൂ സിസ്റ്റമാണ് ഗാങ് പ്ലാങ്ക് എന്ന് പറയും. ഗാങ് പ്ലാങ്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആർക്ക്, അതായത് ഒരാൾക്ക് ഒരു എമർജൻസി കേസിൽ ഒരു ഇൻഫർമേഷൻ ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാമെന്നുള്ള ആ ഒരു സിസ്റ്റത്തിനെയാണ് ഗാങ് പ്ലാങ്ക് എന്ന് പറയാം. അപ്പോൾ നമുക്ക് നോക്കാം. In case of urgency, the established chains can be violated and gang plank എന്ന് പറഞ്ഞാൽ direct contact between two concerned authorities may be established. അപ്പോൾ നമ്മൾ പറഞ്ഞു സ്കാലർ ചെയിനിലൂടെ വേണം എന്ത് ചെയ്യാൻ? കമ്മ്യൂണിക്കേഷൻ പാസ് ചെയ്യാൻ എങ്കിലും ഒരു എമർജൻസി അല്ലെങ്കിൽ ഒരു അർജൻറ്റ് സിറ്റുവേഷൻ ആണെങ്കിൽ അവിടെ എന്ത് ചെയ്യാം? രണ്ട് അതോറിറ്റീസിന് തമ്മിൽ ഇൻഫർമേഷൻ ട്രാൻസ്ഫർ ചെയ്യാം. അതിനെ ഡയറക്റ്റ് കോണ്ടാക്റ്റ് അല്ലെങ്കിൽ ഗാങ് പ്ലാങ്ക് എന്ന് പറയും. അപ്പോൾ ഇവിടെ നോക്കുക, ഈ ഡിക്ക് എന്ത് ചെയ്യണം? ജിയോട് ഒരു കാര്യം പറയണം. അപ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ആൾക്ക് എന്ത് ചെയ്യാം? ഇതിലൂടെ തന്നെ ഒരു ചെയിൻ ഓഫ് കമാൻഡ് എസ്റ്റാബ്ലിഷ് ചെയ്ത് ഇവർക്ക് ഇതിലൂടെ ട്രാൻസ്ഫർ ചെയ്യാം. അതായത് ഡയറക്റ്റ്ലി എന്ത് ചെയ്യാം? ആ ഒരു കാര്യം ട്രാൻസ്ഫർ ചെയ്യാമെന്നുള്ളത്. ഷോർട്ട് സർക്യൂട്ടിംഗ് ദ ചെയിൻ ഓഫ് കമാൻഡ് വേർ എമർജൻസി ഡിസിഷൻസ് ആർ ടു ബി ടേക്കൺ ഇസ് നോൺ ആസ് ഗാങ് പ്ലാങ്ക്. അപ്പോൾ ആ ഒരു ചെയിൻ ഓഫ് കമാൻഡിൽ തന്നെ ഷോർട്ട് സർക്യൂട്ടിംഗ്, നമ്മൾ കുറുക്ക് വഴി അല്ലെങ്കിൽ ഒരു ഷോർട്ട് കട്ട് എന്നൊക്കെ പറയില്ലേ, അതുപോലെയുള്ള ഒരു ചെയിൻ ഓഫ് കമാൻഡ് എസ്റ്റാബ്ലിഷ് ചെയ്ത് അതിലൂടെ
കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന ആ ഒരു പ്രോസസ്സിനെ ഗാങ് പ്ലാങ്ക് എന്ന് പറയും, അല്ലെങ്കിൽ ഡയറക്റ്റ് കോണ്ടാക്ട്. ഇവിടെ ഗാങ് പ്ലാങ്ക് എന്ന് തന്നെ എഴുതണം, ഡയറക്റ്റ് കോണ്ടാക്ട് എന്നുള്ളത് അതിൻ്റെ ഒരു മീനിങ് ആണ്. ഓക്കെ, അപ്പോൾ അതാണ് സ്കാലർ ചെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്കാലർ ചെയിൻ എന്താ? ചെയിൻ ഓഫ് കമാൻഡ് റേഞ്ചിങ് ഫ്രം ദ സുപ്പീരിയേഴ്സ് ടു ദി സബോർഡിനേറ്റ്സ്. That is, the communication should pass through only this chain of command or scalar chain, and there arise many difficulties, that is the time gap or the information can be miscommunicated. So in case of any emergency, any person can communicate with another through a system called a gangplank. Okay, ഇനി 10th പ്രിൻസിപ്പിൾ ആണ് ഓർഡർ. ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താ? അതായത് സ്ഥിരത എന്ന് പറയും. ദാറ്റ് ഈസ് ഹാവ് എ പ്ലേസ് ഫോർ എവറിത്തിങ് ആൻഡ് കീപ്പ് എവറിത്തിങ് ഇൻ ഇറ്റ്സ് പ്ലേസ്. എല്ലാത്തിനും അതിൻ്റേതായ ഒരു സ്ഥാനം ഉണ്ടാവുക എന്നുള്ളത്. അതായത് ഹാവ് എ പ്ലേസ് ഫോർ എവറിത്തിങ്, എന്ത് കാര്യത്തിനും ഒരു സ്ഥാനം ഉണ്ടാവുക, കീപ്പ് എവറിത്തിങ് ഇൻ ഇറ്റ്സ് പ്ലേസ്, എന്നിട്ട് ഓരോ കാര്യത്തിനും അലോട്ട് ചെയ്തിട്ടുള്ള ആ ഒരു സ്ഥാനത്ത് തന്നെ ഓരോ കാര്യങ്ങളും വെക്കുക. അതാണ് ഓർഡർ എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മളൊരു ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ഓരോ സെക്ഷൻ വൈസ് ആയിരിക്കും. ഈ ഓരോ സെക്ഷൻസിലും നമുക്കറിയാം ഈ സെക്ഷനിൽ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അടുത്ത സെക്ഷനിൽ അതുമായി റിലേറ്റഡ് ആയിട്ട്, ഇപ്പോൾ വെജിറ്റബിൾസ് ആണെങ്കിൽ എല്ലാ വെജിറ്റബിൾസും, ഫ്രൂട്ട്സ് ആണെങ്കിൽ അവിടെ, അല്ലെങ്കിൽ കേർഡ് ഐറ്റംസ് ആണെങ്കിൽ അങ്ങനെ. അപ്പോൾ അങ്ങനെ ഓരോന്നിനും അതിൻ്റേതായ പ്ലേസ് ഉണ്ടാവുക എന്നുള്ളതാണ് ഓർഡർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹാവ് എവറിത്തിങ്, ഹാവ് എ പ്ലേസ് ഫോർ എവറിത്തിങ് ആൻഡ് കീപ്പ് എവറിത്തിങ് ഇൻ ഇറ്റ്സ് പ്ലേസ്. ഇനി ഇവിടെ 2 തരത്തിൽ പറയുന്നുണ്ട്, മെറ്റീരിയൽ ഓർഡർ, സോഷ്യൽ ഓർഡർ. മെറ്റീരിയൽ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പറഞ്ഞ പ്രോഡക്റ്റിൻ്റെ കേസിൽ ഓൾ മെറ്റീരിയൽസ് ഷുഡ് ബി കെപ്റ്റ് ഇൻ എ പ്രോപ്പർ പ്ലേസ്. സോഷ്യൽ ഓർഡർ എന്ന് പറഞ്ഞാൽ ദ റൈറ്റ് മാൻ ഇസ് ടു ബി അസൈൻഡ് ഫോർ ദി റൈറ്റ് ജോബ്. അതായത് ഓരോ ജോബിനും ആപ്റ്റായിട്ടുള്ള വ്യക്തികളെ വേണം എന്ത് ചെയ്യാൻ, അതിനു വേണ്ടി അസൈൻ ചെയ്യാൻ. അതാണ് സോഷ്യൽ ഓർഡർ. ഓക്കെ, ഇനി 11th പ്രിൻസിപ്പിൾ ആണ് ഇക്വിറ്റി. ഇക്വിറ്റി അല്ലെങ്കിൽ ഈക്വാളിറ്റി എന്നും പറയാം. ഇക്വിറ്റി ഓർ ഈക്വാലിറ്റി. ദ സുപ്പീരിയേഴ്സ് ഷുഡ് ബി ഇംപാർഷ്യൽ വൈൽ ഡീലിംഗ് വിത്ത് ദെയർ സബോർഡിനേറ്റ്സ്. അതായത് നമുക്കറിയാം, ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ നോക്കിക്കഴിഞ്ഞാൽ അവിടെ പല രാജ്യത്തുള്ള പല ടൈപ്പിലുള്ള എംപ്ലോയീസ് ആയിരിക്കും ഉണ്ടായിരിക്കുക, അല്ലേ? നമ്മളിപ്പോൾ പറയാറുണ്ട് കറുത്ത വർഗ്ഗക്കാർ, അല്ലെങ്കിൽ അമേരിക്കൻസ്, അങ്ങനെയുള്ള ഒരു സ്കിൻ കളർ യൂസ് ചെയ്ത് പോലും ചില സ്ഥലത്ത് എന്ത് ചെയ്യുന്നുണ്ട്, വേർതിരിവ് നടത്തുന്നുണ്ട്. അങ്ങനെ ഒരു ഡിസ്റ്റിങ്ഷൻ പാടില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്ന പോയിന്റ്. അതായത് ഈക്വാലിറ്റി അല്ലെങ്കിൽ ഇക്വിറ്റി വേണം. ദാറ്റ് ഈസ് ഓൾ എംപ്ലോയീസ് ഷുഡ് ബി ട്രീറ്റഡ് ആസ് ഈക്വൽ ഇറസ്പെക്റ്റീവ് ഓഫ് ദിയർ കാസ്റ്റ്, ക്രീഡ്, കളർ, റിലീജിയൻ, എവറിത്തിങ്. ഓക്കെ, എല്ലാ എംപ്ലോയീസിനെയും എന്ത് ചെയ്യണം, ഒരേപോലെ ഈക്വലി ട്രീറ്റ് ചെയ്യണം എന്നുള്ളത്. സുപ്പീരിയർ ഷുഡ് ബി ഇംപാർഷ്യൽ, അതായത് പാർഷ്യാലിറ്റി അവിടെ പാടില്ല, ഇംപാർഷ്യൽ ആയിരിക്കണം. വൈൽ ഡീലിംഗ് വിത്ത് ദെയർ സബോർഡിനേറ്റ്സ്, സബോർഡിനേറ്റ്സുമായി ഡീൽ ചെയ്യുമ്പോൾ അവരെ ഈക്വലി ട്രീറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഈക്വാളിറ്റി അല്ലെങ്കിൽ ഇക്വിറ്റി കൊണ്ടുള്ള ഒരു മീനിങ്. ഇനി അടുത്തത് സ്റ്റെബിലിറ്റി ഓഫ് പേഴ്സണൽ. പേഴ്സണൽ എന്ന് പറഞ്ഞാൽ എന്താ? എംപ്ലോയി. ഇവിടെ സ്പെല്ലിംഗ് ശ്രദ്ധിക്കണം, PERSONNEL. NAL ആണെങ്കിൽ നമുക്കറിയാം നമ്മൾ യൂസ് ചെയ്യുന്ന പേഴ്സണൽ എന്നുള്ള വേണം. ഇവിടെ ഈ പേഴ്സണൽ എന്ന് പറഞ്ഞാൽ എംപ്ലോയി എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ സ്റ്റെബിലിറ്റി ഓഫ് എംപ്ലോയി എന്ന് പറഞ്ഞാൽ ഈ എംപ്ലോയീസിൻ്റെ ടേൺ ഓവർ റെഡ്യൂസ് ചെയ്യുക, റെഡ്യൂസ് ദി ടേൺ ഓവർ ഓഫ് ദി എംപ്ലോയീസ്. അതായത് ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ഒരു പോസ്റ്റിലേക്ക് ഒരാൾ വന്നു, ആൾ എന്ത് ചെയ്തു, കുറച്ചു കാലം വർക്ക് ചെയ്തു, പിന്നെ ആളത് സാറ്റിസ്ഫൈ ആവാതെ പോയി. അടുത്ത ആൾ വരുന്നു, ആളും ഇതുപോലെ കുറച്ചു കാലം വർക്ക് ചെയ്യുന്നു, വീണ്ടും പോകുന്നു. അങ്ങനെ എംപ്ലോയീസിൻ്റെ ആ ഒരു ടേൺ ഓവർ റെഡ്യൂസ് ചെയ്യുക, എംപ്ലോയീസിനെ ബിസിനസ്സിൽ നിലനിർത്തുക എന്നുള്ളതാണ് സ്റ്റെബിലിറ്റി ഓഫ് പേഴ്സണൽ. That is, the managers and workers should not be shifted from their positions frequently. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാണ്, മാനേജേഴ്സ് എന്ത് ചെയ്യാൻ പാടില്ല, എപ്പോഴും അവരുടെ പൊസിഷനിൽ നിന്നും ഷിഫ്റ്റ് ചെയ്യാൻ പാടില്ല. അവർ ബിസിനസ്സിൽ എന്താക്കണം, സ്റ്റേബിൾ ആക്കി മാറ്റണം. ദാറ്റ് ഇസ് ദേ ഷുഡ് ബി റിമെയിൻ കോൺസ്റ്റൻറ്റ് ഇൻ ദ ബിസിനസ്. എ പേഴ്സൺ നീഡ്സ് ടൈം ടു അഡ്ജസ്റ്റ് ഹിംസെൽഫ് ടു ന്യൂ വർക്ക് എൻവയോൺമെൻറ്റ്. നമുക്കറിയാം, ഏതൊരാളും ഒരു ബിസിനസ്സിൽ അല്ലെങ്കിൽ ഒരു പൊസിഷനിൽ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ ആ ആൾക്ക് കുറച്ച് സമയമെങ്കിലും ആ ഒരു ജോലിയുമായി അഡ്ജസ്റ്റഡ് ആവാനുള്ള ആ ഒരു ടൈം വേണം, അല്ലേ? അപ്പോൾ ഇവിടെ മാനേജേഴ്സ് ആ ഒരു ടൈം അഡ്ജസ്റ്റ് ആവാനുള്ള ആ ഒരു ടൈം കൊടുക്കണം എന്നുള്ളതാണ് പറയുന്നത്. അല്ലാതെ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള എംപ്ലോയീസിൻ്റെ ആ ഒരു ടേൺ ഓവർ എന്ത് ചെയ്യാൻ പാടില്ല, അത് മാക്സിമം റെഡ്യൂസ് ചെയ്യണം. എംപ്ലോയീസിനെ സ്റ്റേബിൾ ആക്കണം എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ദ എംപ്ലോയീസ് ഷുഡ് ബി made stable in the organization, their turnover should be reduced.
ഇതെങ്ങനെയൊക്കെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും? അതായത് എംപ്ലോയീസിൻ്റെ ആ ഒരു ഡിഫിക്കൽട്ടീസ്, ബിസിനസ്സിലുള്ള ഡിഫിക്കൽട്ടീസ് ഡിസ്കസ് ചെയ്യാം, അതിനുള്ള റെമഡിയൽ മെഷേഴ്സ് എടുക്കാം. അവർക്ക് ആ ഒരു ജോലിയുമായിട്ട് അവർക്കത് ട്രെയിനിങ് ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റില്ല. ഒരു പുതിയൊരു ജോലിയാണെങ്കിൽ അയാൾക്കത് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു എംപ്ലോയിയെ ബിസിനസ്സിൽ നിലനിർത്താൻ വേണ്ടി ആൾക്ക് വേണ്ട ട്രെയിനിങ്ങും ഡെവലപ്മെൻറ്റൽ പ്രോഗ്രാംസും ഒക്കെ കൊടുക്കാം. അപ്പോൾ അങ്ങനെ എംപ്ലോയിയെ, പേഴ്സണലിനെ ബിസിനസ്സിൽ സ്റ്റേബിളാക്കി മാറ്റുക എന്നുള്ളത്. അടുത്തത് ഇനീഷ്യേറ്റീവ്. ഇനീഷ്യേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? മുൻകൈ എടുക്കുക എന്നുള്ളത്. The creativity of an individual must be utilized for the development of the organization. അതായത് ഓരോ എംപ്ലോയിയുടെയും കഴിവെന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ? അപ്പോൾ എംപ്ലോയീസിൻ്റെ കഴിവിനനുസരിച്ച് അവർക്ക് ഇനീഷ്യേറ്റീവ് എടുക്കാനുള്ള ആ ഒരു റൈറ്റ് കൊടുത്തുകൊണ്ട് അതായത് ആ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി അവരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത്. ഇനി 14th പ്രിൻസിപ്പിൾ എന്ന് പറയുന്നതാണ് എസ്പിരിറ്റ് ഡി കോർപ്സ്. എസ്പിരിറ്റ് ഡി കോർപ്സ് എന്ന് പറഞ്ഞാൽ യൂണിയൻ ഈസ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അതായത് ടീം സ്പിരിറ്റ് വേണം എന്നുള്ളത്. നമുക്കറിയാം, ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഗോൾ അച്ചീവ് ചെയ്യണമെങ്കിൽ അവിടെ ഒരു ഇൻഡിവിജ്വൽ വർക്ക് മാത്രം പോരാ, എന്ത് വേണം? ടീം വർക്ക് വേണം. ആ ടീം വർക്കാണ് ഇവിടെ പറയുന്നത് എസ്പിരിറ്റ് ഡി കോർപ്സ്. അതായത് യൂണിയൻ ഈസ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് നിന്നാൽ നേടിയെടുക്കാം എന്നുള്ളത്. അതാണ് യൂണിയൻ ഈസ് സ്ട്രെങ്ത്. The contribution of a team is more significant than that of an individual. ഒരു ഇൻഡിവിജ്വലിൻ്റെ കോൺട്രിബ്യൂഷനേക്കാൾ ഒരു ടീമിൻ്റെ കോൺട്രിബ്യൂഷനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ടീം വർക്ക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ടീം സ്പിരിറ്റ് helps in developing an atmosphere of mutual trust and understanding. അപ്പോൾ നമുക്കറിയാം, ഒരു ടീമിൽ വർക്ക് ചെയ്യുമ്പോൾ പരസ്പര വിശ്വാസവും അതുപോലെ പരസ്പരം അറിയുന്നവരും അതായത് പരസ്പരം ഒരു അണ്ടർസ്റ്റാൻഡിങ് വേണം. എങ്കിൽ മാത്രമേ ടീം വർക്ക് എന്ത് ചെയ്യുള്ളൂ? സക്സസ് ആവുകയുള്ളൂ. അപ്പോൾ ടീം വർക്ക് എന്ന് പറയുന്നതും ഒരു ബിസിനസ്സിൽ വളരെ അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കാര്യമാണ് എന്നാണ് ഹെൻറി ഫയോൾ പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്. അപ്പോൾ അതിൽ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു എന്താ? ഡിവിഷൻ ഓഫ് വർക്ക്. ദാറ്റ് ഈസ് ഈച്ച് വർക്ക് ഷുഡ് ബി ഡിവൈഡഡ് ഇൻ ടു ഡിഫറെൻറ്റ് സെഗ്മെൻറ്റ്സ് ഓർ ഡിഫറെൻറ്റ് ടാസ്ക് ആൻഡ് ഈച്ച് ടാസ്ക് ഷുഡ് ബി ഡിവൈഡഡ് ഇൻ ടു ഡിഫറെൻറ്റ് ഇൻഡിവിജ്വൽസ് and while doing this work the employees will get specialization. Next is authority and responsibility. Authority means the right to give orders to the subordinates, and responsibility means the obligation of the subordinates to do the work as directed by the manager. Manager നിർദ്ദേശിക്കുന്ന പ്രകാരം ആ ഒരു വർക്ക് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് റെസ്പോൺസിബിലിറ്റി. So there should be a balance between authority and responsibility. Next is discipline. That is, the employees should follow the rules and regulations of the business organization. Next, unity of command. Unity of command means a subordinate should receive orders from one superior at a time. ഒരു സബോർഡിനേറ്റിന് ഒരേ സമയം ഒരു സുപ്പീരിയറിൽ നിന്ന് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഓർഡേഴ്സ് കിട്ടാൻ പാടുകയുള്ളൂ. ഇനി യൂണിറ്റി ഓഫ് ഡയറക്ഷൻ എന്ന് പറയുന്നത് വൺ ഹെഡ് ആൻഡ് വൺ പ്ലാൻ ഫോർ ഓൾ ദോസ് ആക്ടിവിറ്റീസ് ഹാവിങ് ദി സെയിം ഒബ്ജക്റ്റീവ്. ഒരേ ഒബ്ജക്റ്റീവ് ഉള്ള എല്ലാ ആക്ടിവിറ്റീസിനും ഒരു ഹെഡും ഒരു പ്ലാനും ആയിരിക്കണം. ഇനി ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ആൻഡ് ഗ്രൂപ്പ് ഇൻട്രസ്റ്റ്. ദാറ്റ് ഇസ് സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ഗ്രൂപ്പ് ഇൻട്രസ്റ്റ്. ദാറ്റ് ഇസ് ദ എംപ്ലോയീസ് ഷുഡ് ബി ഗിവൺ മോർ ഇൻട്രസ്റ്റ് ടു ദി ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് റാദർ ദാൻ ദെയർ പേഴ്സണൽ ഇൻട്രസ്റ്റ്. Next, remuneration. That is, fair and reasonable remuneration should be provided to the employees for their work. Next is centralization and decentralization. Centralization means concentration of authority in the hands of top managers, and decentralization means dispersal of authority to the lower level. അതായത് കുറച്ച് പേരുടെ കയ്യിൽ അല്ലെങ്കിൽ ടോപ്പ് മാനേജേഴ്സിൻ്റെ കയ്യിൽ മാത്രം ആ ഒരു അതോറിറ്റി എടുത്തു വെക്കുന്ന അല്ലെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് സെൻട്രലൈസേഷൻ എന്ന് പറയുക. അതിൻ്റെ ഓപ്പോസിറ്റ് ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുമ്പോൾ ഈ അതോറിറ്റി ഡിസ്പേഴ്സ് ചെയ്യുന്ന, അതായത് ലോവർ ലെവൽ അതോറിറ്റീസിന് കൂടി, ലോവർ ലെവൽ മാനേജേഴ്സിന് കൂടി കൊടുക്കുന്നതാണ് ഇത് ഡീസെൻട്രലൈസേഷൻ. ആൻഡ് ദർ ഷുഡ് ബി എ ബാലൻസ് ബിറ്റ്വീൻ സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ. ഇനി അടുത്തത് സ്കാലർ ചെയിൻ. സ്കാലർ ചെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ചെയിൻ ഓഫ് കമാൻഡ് റേഞ്ചിങ് ഫ്രം ദ സുപ്പീരിയേഴ്സ് ടു ദി സബോർഡിനേറ്റ്സ്. സുപ്പീരിയേഴ്സിൽ നിന്നും സബോർഡിനേറ്റ്സിലേക്ക് ഇൻഫർമേഷൻ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ പാസ് ചെയ്യുന്ന ആ ഒരു ചെയിൻ ഓഫ് കമാൻഡിനെയാണ് സ്കാലർ ചെയിൻ എന്ന് പറയുക. ഇൻ കേസ് ഓഫ് ആൻ എമർജൻസി ദി എംപ്ലോയീസ് ക്യാൻ അഡോപ്റ്റ് ഗാങ് പ്ലാൻ, ദാറ്റ് ഇസ് ഡയറക്റ്റ് കോൺടാക്ട് ടു കമ്മ്യൂണിക്കേറ്റ് ബിറ്റ്വീൻ അതർ അതോറിറ്റി. അപ്പം
എമർജൻസി സിറ്റുവേഷൻസിൽ എന്ത് ചെയ്യാം, ഈ ഒരു മാനേജേഴ്സിന് സ്കാലർ ചെയിന് ഗാങ് പ്ലാങ്ങിലൂടെ അഡോപ്റ്റ് ചെയ്യാം. അടുത്തത് ഓർഡർ എന്ന് പറഞ്ഞാൽ എവറിത്തിങ് ഷുഡ് ഹാവ് എ കറക്റ്റ് പ്ലേസ് ആൻഡ് കറക്റ്റ് ഓർഡർ. ദാറ്റ് ഈസ് എല്ലാ ഒരു പ്രോഡക്ട്സിനാണെങ്കിലും അല്ലെങ്കിൽ ഒരു ബിസിനസ് ഓർഗനൈസേഷനിലുള്ള എംപ്ലോയീസിനാണെങ്കിലും എന്താണ് ഒരു കറക്റ്റ് ഓർഡർ വേണം എന്നുള്ളത്. അടുത്തത് ഇക്വിറ്റി അല്ലെങ്കിൽ ഈക്വാലിറ്റി എന്ന് പറയും. ഓൾ എംപ്ലോയീസ് ഷുഡ് ബി ട്രീറ്റഡ് ഈക്വൽ ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ കാസ്റ്റ്, ക്രീഡ്, റിലീജിയൻ, കളർ ഓർ സംതിങ്. അടുത്തത് സ്റ്റെബിലിറ്റി ഓഫ് ടെനർ എന്ന് പറയും, അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി ഓഫ് പേഴ്സണൽ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ എന്താ, the turnover of the employees should be reduced and the employees should be made stable in the organization by providing adequate remuneration, adequate facilities and by providing them proper training. അതായത് പ്രോപ്പർ ട്രെയിനിങ്ങിലൂടെ പ്രോപ്പർ റെമ്യൂണറേഷൻ കൊടുത്തുകൊണ്ട് എംപ്ലോയീസിനെ എന്ത് ചെയ്യണം, ബിസിനസ്സിൽ നിലനിർത്തണം എന്നുള്ളതാണ് സ്റ്റെബിലിറ്റി ഓഫ് ടെനർ അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി ഓഫ് പേഴ്സണൽ. ഇനി ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത് എന്താണ്, എംപ്ലോയീസിന് മുൻകൈ എടുക്കാനുള്ള ഒരു റൈറ്റ് അല്ലേ. അതായത് എംപ്ലോയീസ് ഷുഡ് ബി ഗിവൺ ഇനീഷ്യേറ്റീവ് ഫോർ എനി ആക്ടിവിറ്റീസ് ഇൻ ദി ഓർഗനൈസേഷൻ. അടുത്തത് എസ്പിരിറ്റ് ഡി കോർപ്സ് എന്ന് പറഞ്ഞാൽ യൂണിയൻ ഈസ് സ്ട്രെങ്ത്. ദാറ്റ് ഈസ് the employees should realize that there should be team spirit among the organization. ഓർഗനൈസേഷനിൽ ടീം സ്പിരിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ എംപ്ലോയീസിന് ആ ഗോൾസ് അച്ചീവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ആ ഒരു പ്രിൻസിപ്പിളാണ് എസ്പിരിറ്റ് ഡി കോർപ്സ് എന്ന് പറയുന്നത്. Okay, so hope you understood today's class. If you have any doubt, you can contact me. See you with the next topic in the next class. Thank you.